ഹരേ കൃഷ്ണ. മറന്നോ മാതാജി എല്ലാവരും? പ്രണാമം മാതാജി. കുറഞ്ഞോ? പനി കുറഞ്ഞോ മാതാജിയുടെ? കുറച്ച് കുറവുണ്ട്. ഹരേ കൃഷ്ണ. പ്രണാമം മാതാജി. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ. നമുക്ക് തുടങ്ങല്ലേ? വന്നോളൂ എല്ലാവരും. അതെ മാതാജി, തുടങ്ങാം. ശരി മാതാജി. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത അധ്യായം 1 പാർട്ട് 2 ഇന്ന് നമ്മള് നോക്കാൻ പോകുന്നത്. മംഗളാചരണം ചൊല്ലിട്ട് തുടങ്ങാം. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ? ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ കഥാ മഹ്യം ദദാതി സോപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരോൻ വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഗണരത്നാഥാന്വിതം തം സജീവം സ്വാദൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യ ദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീ വിശാഖാന്വിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ ശ്രീരാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപേശ്ച കൃപാ സിന്ധോഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഭഗവത്ഗീത ലെവൽ 2 ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അധ്യായം 1 പാർട്ട് 2. നമുക്ക് ഇന്നലെ പഠിച്ചതൊന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഇന്നലെ നമ്മള് കണ്ടു അധ്യായം 1 അർജുന വിഷാദ യോഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ടായിരുന്നത് അല്ലെ? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കേണ്ടായിരുന്നത് കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം എന്നാണ് പ്രഭുപാദ സ്വാമി ഈ അധ്യായത്തിന് കൊടുത്തിരിക്കുന്ന ഹെഡിങ് പേര്. നമുക്ക് മനസ്സിലായി പ്രഭുപാദറാണ് ഭഗവത്ഗീത യഥാരൂപത്തിന്റെ പിന്നെ മംഗളാചരണം കണ്ടു. പ്രഭുപാദരുടെ അഭിപ്രായത്തിൽ ഗീത എന്താണെന്ന് മനസ്സിലാക്കി. ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിലേ നമുക്ക് ഭഗവത്ഗീത പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലായി. കുരു ഫാമിലി നമ്മൾ കണ്ടു. പിന്നെ 3 ഭാഗങ്ങളായിട്ട് ഭഗവത്ഗീതനെ തിരിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായി. പിന്നെന്താ നമ്മൾ കണ്ടപ്പോ ഓരോരുത്തർ എത്ര ശ്ലോകം വെച്ചിട്ട് പറയുന്നു കണ്ടു. പിന്നെന്താണ് ഫസ്റ്റത്തെ 2 പാർട്ടായിട്ടാണ് ഉള്ളത്. ഒന്ന് യുദ്ധത്തിന്റെ തയ്യാറെടുപ്പ്, പിന്നെ അർജുനന്റെ സംശയങ്ങള്. അങ്ങനെയാണ് നമ്മൾ 2 പാർട്ടായിട്ട് നമ്മൾ കണ്ടത്. പിന്നെന്താ പിന്നെ ധൃതരാഷ്ട്രയുടെ ആശങ്കകളായിരുന്നു അല്ലെ? യുദ്ധത്തിനെ കുറിച്ചിട്ട് ധൃതരാഷ്ട്രയുടെ മക്കള് ജയിക്കുമോ എന്നുള്ളൊരു ആശങ്കയിലായിരുന്നു ധൃതരാഷ്ട്ര സഞ്ജയന്റെ അടുത്ത് ചോദിക്കുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നെ ദുര്യോധനന്റെ പേടി നമ്മൾ കണ്ടു. ദുര്യോധനൻ നയതന്ത്രജ്ഞനായിട്ട് ആരെയാണ് ദ്രോണാചാര്യരുടെ അടുത്ത് പറയുന്നതൊക്കെ അതൊക്കെ നമ്മൾ കണ്ടു. പിന്നെന്താണ് ദൃഷ്ടദ്യുമ്നനെ ദ്രുപദപുത്ര എന്ന് വിളിച്ചിട്ടാണ് പറയുന്നത്. അതായത് നമ്മൾ പറയില്ലേ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടി. പിന്നെ അക്ഷൗണികളെ കുറിച്ച് നമ്മൾ പഠിച്ചു. പാണ്ഡവരുടെ സൈന്യത്തിൽ എത്ര അക്ഷൗണികളാണ് ഉണ്ടായിരുന്നത്? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? പാണ്ഡവരുടെ സൈന്യത്തില് 7 അക്ഷൗണിയും 7 കൗരവരുടെ 11 അക്ഷൗണിയാണ് ഉണ്ടായിരുന്നത്. ഒരു അക്ഷൗണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 21,870 രഥം, അത്രയും തന്നെ ആനകള്, 65,610 കുതിരകള്, 1,09,350 കാലാൾപ്പടകള്. അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ അവരുടെ സൈന്യാധിപൻ ആരായിരുന്നു? ദൃഷ്ടദ്യുമ്നനായിരുന്നു. പിന്നെ മഹാരഥന്മാരെ കുറിച്ച് പറഞ്ഞു. 60,000 യോദ്ധാക്കളെ ഒറ്റ ഇതിക്ക് നമ്മള് എന്താ പറയാ അവരായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റുന്നവരാണ് മഹാരഥന്മാര്. 10,000 പേരാണെങ്കിൽ അതിരഥന്മാർ എന്ന് പറയും. അത് നമ്മൾ കണ്ടു. പിന്നെ ആരൊക്കെയാണ് യുദ്ധത്തിൽ ഉണ്ടായിരുന്നെന്ന് ദുര്യോധന പറയുണ്ടായിരുന്നു. ഭീമൻ, അർജുനൻ. ആരൊക്കെയാണ് പാണ്ഡവ പക്ഷത്ത് യുദ്ധം ചെയ്യാനുള്ളതെന്നും കൗരവ പക്ഷത്ത് ആരൊക്കെയാണുള്ളതെന്നും അത് നമ്മൾ കണ്ടു. പിന്നെ ഓരോ സൈന്യത്തിന്റെ ബലം, അതായത് ഓരോരുത്തരുടെ ശക്തി, അത്
പറയുന്നുണ്ടായിരുന്നു. ദുര്യോധനൻ പാണ്ഡവരുടെയും പറയുണ്ടായിരുന്നു, പിന്നെ സ്വന്തം സൈന്യത്തിന്റെ പറയുണ്ടായിരുന്നു. അതും നമ്മള് നോക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് അത്ര വരെയാണ് നമ്മൾ നോക്കിയത് എന്നല്ല. കുരുക്ഷേത്ര യുദ്ധകളത്തില് സൈന്യ നിരീക്ഷത്തില് 12ാമത്തെ ശ്ലോകം വരെ നമ്മൾ ഇന്നലെ കണ്ടുപോയിണ്ടായിരുന്നു. ഭീഷ്മദേവന് പിന്തുണ കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ അവിടെ ആർക്കും ഫീൽ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കാരണം അദ്ദേഹം വൃദ്ധനായതുകൊണ്ട് ഒരു സംരക്ഷണം ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് ദുര്യോധനൻ സ്വാഭാവികമായിട്ടും അവരുടെ അടുത്ത് പറഞ്ഞത്. പിന്നെ എന്താ പറഞ്ഞ അവരുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവുന്ന ദുര്യോധന ഉറപ്പായിരുന്നു. കാരണം ഇതിനു മുന്നും പല സമയത്തും അവര് സഹായിച്ച കാരണം കൊണ്ട് അവര് മനസ്സിൽ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അവര് സപ്പോർട്ട് ചെയ്തത് ആരായിരുന്നു? ദുര്യോധനൻ ആയതുകൊണ്ട് അവർക്കറിയാം ഇനിയും ഇങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ എന്ന് കണ്ടു. പക്ഷെ മറുപക്ഷത്ത് ഭീഷ്മദേവൻ അറിയാം, മറുപക്ഷത്ത് ഭഗവാനുള്ള കാരണം കൊണ്ട് വിജയം എന്തായാലും ആർക്കായിരിക്കും? പാണ്ഡവർക്കാണെന്ന് അറിയാം. പക്ഷെ എങ്കിലും എന്താ പറഞ്ഞ കർത്തവ്യം എന്ന നിലയിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? അദ്ദേഹത്തിന്റെ എന്താ പറഞ്ഞ ഭയങ്കര സൗണ്ടുള്ള ആ ശംഖ് എടുത്തിട്ട് മുഴക്കി, ശംഖ് ഊതാണ് ചെയ്യുന്നത് ഭീഷ്മര്. അത്രയാണ് നമ്മ സിംഹാർജനം പോലത്തെ സൗണ്ടുള്ള ശംഖ് ഊതി. അതുവരെ നമ്മൾ കണ്ടു. ഇനി ശ്ലോകം 14 കൃഷ്ണാർജുനന്മാർ തങ്ങളുടെ ദിവ്യ ശംഖങ്ങൾ മുഴക്കി. ഇനി അപ്പുറത്ത് ഭീഷ്മദേവൻ ശംഖൂതി, സിംഹഗർജനം പോലെ ശംഖു മുഴക്കി എന്ന് പറഞ്ഞു. ഇനി ഇപ്പുറത്തെ സൈഡില് പാണ്ഡവ പക്ഷത്ത് സൈന്യത്തിന്റെ എന്താ പറഞ്ഞ അവരും യുദ്ധത്തിന് തയ്യാറാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അവരും ശംഖൂതി. കൃഷ്ണ അർജുനന്മാർ തങ്ങളുടെ ദിവ്യ ശംഖങ്ങൾ മുഴക്കി എന്നാ പറയുന്നത്. ഇനി അപ്പൊ അവരും ഓരോരുത്തരും അവരവരുടെ ശംഖുകൾ ഊതി. അപ്പൊ ആ ശംഖുകളെ കുറിച്ചൊക്കെയാണ് ഇനി നമ്മൾ പറഞ്ഞത്. കൃഷ്ണാർജുനന്മാരുടെ ശംഖുകൾ ദിവ്യമാണ്. കൃഷ്ണന്റെയും അർജുനന്റെയും ഒക്കെ ശംഖുകൾ എന്താണ്? ദിവ്യമായ ശംഖുകളാണ്. മാധവ ലക്ഷ്മിപതിയായ കൃഷ്ണൻ, മാധവ എന്ന് വെച്ചാരാണ്? ലക്ഷ്മിപതിയാണ്. ലക്ഷ്മി ദേവിയുടെ ഭർത്താവാണ് ആര്? ഭഗവാൻ ശ്രീകൃഷ്ണൻ. അഗ്നിദേവൻ നൽകിയ രഥം ഈ 3 ലോകങ്ങളിൽ എവിടെയും അതിന് വിജയമേ ഉള്ളൂ, വിജയം ഉറപ്പാണ്. അപ്പൊ അർജുനന്റെ കയ്യിലിരിക്കുന്ന രഥം എങ്ങനെയാണ്? അർജുനൻ പോണ രഥം എങ്ങനത്തെയാണ് പറഞ്ഞത്? ആര് സമ്മാനിച്ചതാണ്? അഗ്നിദേവൻ സമ്മാനിച്ചതാണ്. അപ്പൊ വെള്ളക്കുതിരകളാണ് അതിന് പറഞ്ഞ. വെള്ളക്കുതിരകളെ കൂട്ടിയിട്ടുള്ള അഗ്നിദേവൻ സമ്മാനിച്ച ആ രഥത്തിലാണ് ആരിയ്ക്കുന്നത്? അർജുനനും കൃഷ്ണനും ഇരിക്കുന്നത്. ഈ രഥത്തിന്റെ പ്രത്യേകത എന്താണ്? 3 ലോകങ്ങളിലും അതിന് വിജയം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ എപ്പോഴും വിജയം മാത്രം ഉണ്ടാവുന്ന ഒരു രഥത്തിലാണ് ഇവര് ഇരിക്കുന്നത്. അപ്പൊ ഇവര് വിജയിക്കുന്നുള്ളതിന്റെ ലക്ഷണങ്ങളും അടയാളങ്ങളുമാണ് ഈ പറയുന്നത് മുഴുവൻ. അപ്പൊ ദിവ്യ ശംഖുകൾ മുഴക്കി. പിന്നെ ആരാണ്? ഭഗവാനുണ്ട്. ലക്ഷ്മിപതിയായ കൃഷ്ണനാണ് ആരുടെ കൂടെ ഉള്ളത്? അർജുനന്റെ കൂടെ, പാണ്ഡവ പക്ഷത്തുള്ളത്. പിന്നെ അവരുടെ അവരുടെയിലുള്ള രഥം, അവരിയ്ക്കുന്ന രഥം എങ്ങനത്തെയാണ്? 3 ലോകങ്ങളിലും അതിന് വിജയം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ആര് സമ്മാനിച്ചതാണ്? അഗ്നിദേവൻ സമ്മാനിച്ച രഥമാണ്. അടുത്ത 15 മുതൽ 18 വരെയുള്ള ശ്ലോകത്തില് കൃഷ്ണനും അർജുനനും ഭീമനും തങ്ങളുടെ ദിവ്യ ശംഖുകൾ മുഴക്കി. അപ്പൊ ഇനി ഓരോരുത്തരും അവരവരുടെ ശംഖുകള് മുഴക്കി. അതാണ് പറയുന്നത്. അപ്പൊ പാഞ്ചജന്യം ഋഷികേശോ ദേവദത്തം ധനഞ്ജയഃ പൗണ്ഡ്രം ദത്മൗ മഹാശംഖം ഭീമകർമാവൃകോദരഃ അനന്ത വിജയം രാജ കുന്തിപുത്രോ യുധിഷ്ഠിരഃ നകുലാ സഹദേവശ്ച സുഘോഷാ മണിപുഷ്പകൗ കാശ്യശ്ച പരമേശ്വാസ ശിഖണ്ഡി ച മഹാരഥഃ ദൃഷ്ടദുമ്നോ വിരാടശ്ച സാത്യകിശ്ച പരാജിതഃ ദ്രുപദോ ദ്രൗപദേയാശ്ച സർവശ്ച പൃഥിവീപതേ സൗഭദ്രശ്ച മഹാബാഹോ ശംഖാൻ ദത്മോ പൃഥക് പൃഥക്. എന്താ പറയുന്നത്? ശംഖുകൾ മുഴക്കിയതാണ്. ഓരോരുത്തരുടെ ശംഖുകളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഭഗവാന്റെ എന്ന് പറഞ്ഞത് ഭഗവാന്റെ ശംഖ്, കൃഷ്ണന്റെ ശംഖ് പാഞ്ചജന്യം. എന്താ പറഞ്ഞത്? പാഞ്ചജന്യം ഋഷികേശോ. അപ്പൊ ഋഷികേശ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണ്? ഋഷികേശ് എന്ന് വെച്ചാൽ ആരാണ് പറഞ്ഞത്? ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് ഇന്ദ്രിയങ്ങളെ നയിക്കുന്ന, നമ്മളെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഋഷികേശനാണ്. ഇന്ദ്രിയങ്ങളുടെ നാഥനാണ് ഋഷികേശൻ. അവരുടെ ആത്മാർപ്പണ ബോധത്തിനു അനുയോജ്യമായ വിധത്തിൽ അപ്പൊ നമ്മൾ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഋഷികേശനാണ്. ഋഷികേശൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ നാഥനാണ്. പിന്നെന്താ പറഞ്ഞ? ഭഗവാന്റെ അംശങ്ങൾ, ഇന്ദ്രിയങ്ങൾ ഉൾപ്പെടെ. അപ്പൊ എല്ലാ ജീവജാലങ്ങളും ഭഗവാന്റെ അംശങ്ങളാണല്ലോ, അതാണ് പറയുന്നത്. അപ്പൊ ഋഷികേശൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാനെ തന്നെയാണ് പറയുന്നത്, ഇന്ദ്രിയങ്ങളുടെ നാഥനാണ്. അപ്പൊ ഭഗവാൻ കൃഷ്ണൻ എന്താണ്? പാഞ്ചജന്യം
ശംഖൂതി. അർജുനന്റെ ശംഖ് എന്താണ്? ദേവദത്തം. ഭീമന്റെ ശംഖിന്റെ പേരാണ് പൗണ്ഡ്രം. യുധിഷ്ഠിരൻ അനന്ത വിജയം, നകുലൻ സുഘോഷം, സഹദേവൻ മണിപുഷ്പകം. അപ്പൊ ഓരോരുത്തരുടെ ശംഖുകളുടെ പേരുകളാണ് പറയുന്നത്. കൃഷ്ണന്റെ ശംഖിന്റെ പേരാണ് പാഞ്ചജന്യം, അർജുനന്റെ ശംഖ് ദേവദത്തം, ഭീമൻ പൗണ്ഡ്രം, യുധിഷ്ഠിരൻ അനന്ത വിജയം, നകുലൻ സുഘോഷം, സഹദേവൻ മണിപുഷ്പകം. അപ്പൊ ഓരോരുത്തരുടെ ശംഖുകള് അവരവര് മുഴക്കിയതായിട്ടാണ് പറയുന്നത്. ഈ ശ്ലോകങ്ങളിലൂടെ നമ്മൾ പറയുന്നത് അങ്ങനെയാണ്. അതിനുശേഷം കൃഷ്ണനും അർജുനനും തമ്മിൽ അവ ഓരോരുത്തരുടെ വ്യത്യസ്ത നാമങ്ങൾ പറയാം. ഭീമന്റെ ഒക്കെ ഓരോ പേരുകൾ അത് വെറുതെ ഒന്ന് വായിച്ചു പോവാം നമുക്ക്. കൃഷ്ണൻ എല്ലാവരെയും കൃഷ്ണൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? എല്ലാവരെയും ആകർഷിക്കുന്നവൻ എന്നാണ് കൃഷ്ണൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഋഷികേശൻ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ഉടമ. അപ്പൊ തന്നെ നമ്മൾ കണ്ടതാണ്. ഋഷികേശൻ എന്ന് വെച്ചാല് എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ഉടമയാണ്. മാധവൻ ലക്ഷ്മിപതി, ലക്ഷ്മിപതിയാണ് മാധവൻ എന്ന് പറഞ്ഞ ലക്ഷ്മിപതിയാണ്. അച്യുതൻ, ച്യുതി അഥവാ വീഴ്ച പറ്റാത്തവനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അച്യുതൻ എന്ന് പറയുന്നത്. മധുസൂദനൻ, മധു എന്ന രാക്ഷസനെ കൊന്നതുകൊണ്ട് ഭഗവാന്റെ പേര് എന്തുന്നുണ്ട്? മധുസൂദനൻ എന്നുണ്ട്. ഗോവിന്ദൻ, ഗോക്കൾക്കും ഇന്ദ്രിയങ്ങൾക്കും ആനന്ദം നൽകുന്നത് കൊണ്ട് ഭഗവാന്റെ നാമം ഗോവിന്ദൻ എന്നും പറയുന്നു. വാസുദേവൻ, വസുദേവ പുത്രനാകയാൽ ഭഗവാന്റെ നാമം വാസുദേവൻ എന്നും അറിയപ്പെടുന്നു. ദേവകി നന്ദൻ, എന്താണ്? ദേവകിയെ അമ്മയായി സ്വീകരിച്ചത് കൊണ്ട് ഭഗവാനെ ദേവകി നന്ദൻ എന്നും പറയുന്നു. യശോദ നന്ദൻ, വൃന്ദാവനത്തിൽ ബാലകാല കേളികളാൽ യശോദയെ ആനന്ദിപ്പിച്ചത് കൊണ്ട് ഭഗവാന് യശോദാനന്ദൻ എന്നും അറിയപ്പെടുന്നു. പാർത്ഥസാരഥി, അർജുനന്റെ തേർ തെളിച്ചത് കൊണ്ട്, അർജുനന്റെ വേറൊരു പേരാണ് പാർത്ഥൻ. പാർത്ഥസാരഥി, പാർത്ഥന്റെ സാരഥി ആയതുകൊണ്ട് ഭഗവാനെ നമ്മൾ എന്ത് പറയുന്നു? പാർത്ഥസാരഥി എന്ന് കൂടി പറയുന്നു. കേശവൻ, കേശി എന്ന അസുരനെ വധിച്ചത് കൊണ്ട് കേശവൻ എന്നും, ജീവജാലങ്ങളുടെ രക്ഷകനും പരിപാലകനും ആയതുകൊണ്ട് ഭഗവാനെ നമ്മൾ എന്ത് പറയുന്നു? ജനാർദ്ദനൻ എന്നും പറയുന്നു. ധനത്തെ ജയിച്ച, അപ്പൊ ഇത്രയും പേരുകളാണ് ആരുടെ? ഭഗവാന്റെ വേറെ നാമങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ജനാർദ്ദനൻ, കേശവൻ, പാർത്ഥസാരഥി, യശോദാനന്ദൻ, ദേവകി നന്ദൻ, വാസുദേവൻ, ഗോവിന്ദൻ, മധുസൂദനൻ, അച്യുതൻ, മാധവൻ, ഋഷികേശൻ, കൃഷ്ണൻ. ഇനിയും കുറെ പേരുകളുണ്ട്. പക്ഷെ കുറച്ച് പേരുകൾ മാത്രം നമ്മളടുത്തൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനി അർജുനന്റെ പറയാണ് ധനഞ്ജയൻ, ധനത്തെ ജയിച്ചവനായതുകൊണ്ട് അർജുനനെ ധനഞ്ജയൻ എന്ന് പറയുന്നു. പാർത്ഥൻ, കുന്തിയുടെ പുത്രൻ, കുന്തിയുടെ വേറൊരു പേരാണ് പൃഥയുടെ പുത്രനായതുകൊണ്ട് പാർത്ഥൻ എന്നും. ഗുഡാകേശൻ, നിദ്രയെ ജയിക്കുന്നവനായതുകൊണ്ട്, നിദ്രയെ ജയിക്കുന്ന കാരണം കൊണ്ട് അർജുനനെ ഗുഡാകേശൻ എന്ന് പറയുന്നു അർജുനന്റെ. ഇനി ഭീമന്റെ പേരാണ് പറയുന്നത്. വൃഗോദരൻ, വീരശാലികൾക്ക് മാത്രം സാധിക്കാവുന്ന ധീരകൃത്യങ്ങൾ ചെയ്യാനും വളരെ കൂടുതൽ ഭക്ഷിക്കാനും കഴിവുള്ളത് കൊണ്ട് ഭീമനെ വൃഗോദരൻ എന്ന് കൂടി പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത ശ്ലോകത്തിൽ പറയാണ്, ശ്ലോകം 19 പറയുന്നു. 19-20 നാദഘോഷം ഭൂമിയിലും അന്തരീക്ഷത്തിലും മാറ്റൊലിക്കൊണ്ടു സഘോഷോധാർത്ഥ രാഷ്ട്രാണാം ഹൃദയാനി വ്യത്യാരയത് നഭശ്ച പൃഥിവീം ചൈവ തുമൂലോഭ്യനുനാദയൻ. എന്താ പറയുന്നത്? ദുര്യോധന പക്ഷത്തുള്ള ഭീഷ്മാദികൾ ശംഖൂതിയപ്പോൾ പാണ്ഡവരുടെ ഹൃദയം പിളർന്നതായി പറയുന്നില്ല. എന്താ പറയുന്നത്? ശംഖുകളിൽ നിന്ന് ഒച്ച വന്നപ്പോൾ, ശംഖൂതിയപ്പോ ആ ശംഖിന്റെ സൗണ്ട് കേട്ടിട്ട് പാണ്ഡവരുടെ ഹൃദയം എന്ത് സംഭവിക്കുന്നില്ല? അവർക്ക് പിളർന്നതായി, അവരുടെ ഹൃദയം പിളർന്നതായിട്ട് പറയുന്നില്ല. കൃഷ്ണ ഭഗവാനിൽ പാണ്ഡവർക്കുള്ള വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഭഗവാനിലുള്ള വിശ്വാസമാണ് അതോടെ സൂചിപ്പിക്കുന്നത്. കാരണം ഭഗവാനിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പേടിക്കേണ്ട ആവശ്യമില്ല. എന്ത് വന്നാലും രക്ഷിക്കാൻ നമ്മളുടെ കൂടെ ആരുണ്ട്? ഭഗവാനുണ്ട്. അത് കാരണം ആ ഒരു വിശ്വാസം ഉള്ളത് കാരണം കൊണ്ട് പാണ്ഡവ പക്ഷത്തുള്ളവർക്ക്, ദുര്യോധന പക്ഷത്തുള്ളവര് ശംഖൂതിയപ്പോൾ, ഭീഷ്മദേവര് ശംഖൂതിയപ്പോ അവർക്ക് എന്താ പറയുക, അവരുടെ ഹൃദയം പിളർന്നില്ല. ഭഗവാനിൽ അഭയം തേടിയവർക്ക് ഒന്നിനെയും പേടിക്കാനില്ല. കൗരവന്മാരുടെ ഹൃദയം പിളർക്കാൻ കാരണം അവരുടെ ഭയം എത്രേ, തോൽവിയുടെ ചിഹ്നം. അപ്പോ ഭഗവാനിൽ അഭയം തേടിയവർക്ക് എന്തിന്റെ ആവശ്യമില്ല? പേടിയുടെ ആവശ്യമില്ല. കാരണം ഭഗവാനാണ് എല്ലാം തീരുമാനിക്കുന്നതും എല്ലാം നിശ്ചയിക്കുന്നതും. ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പൊ ഭഗവാനിൽ അഭയം തേടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ കൗരവരുടെ ഹൃദയത്തിൽ പിളർക്കാൻ കാരണം എന്താണ്? അവരുടെ ഭയമാണ്. കാരണം അവര് ഭഗവാനിൽ അഭയം അവര് അസുരന്മാരാണ്. അവർക്ക് ഭഗവാനിൽ അഭയം തേടിയിട്ടില്ല അവര്. കാരണം ആ സ്വഭാവം കൊണ്ട് അവർ ഫുൾ എന്താണ്? അസുര സ്വഭാവമാണ് അവരില്ല. കാരണം സ്വന്തം കൂടപ്പിറപ്പുകളെയാണ് അവർ ഉപദ്രവിക്കുന്നത്. അപ്പൊ അവർക്ക് തോൽവിയുടെ
പേടി, അവരുടെ ഉള്ളില് പേടിയുണ്ട്. കാരണം അവര് ധർമ്മമല്ല പ്രവർത്തിക്കുന്നത്. അപ്പൊ അവർക്ക് പിന്നെ അറിയാം ഭഗവാനാണ് അവരുടെ കൂടെ ഉള്ളത്. അപ്പൊ അത് കാരണം കൊണ്ടാണ് അവരുടെ ഹൃദയത്തിന് എന്ത് സംഭവിച്ചത്, ഹൃദയം പിളർന്നതായിട്ട് പറയുന്നത്. പക്ഷെ ആരുടെ പ്രോബ്ലം വരുന്നില്ല, പാണ്ഡവരുടെ ഹൃദയത്തിന് പ്രശ്നം വരുന്നില്ല. കാരണം അവർക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, അവരുടെ കൂടെ ആരുണ്ട്, ഭഗവാനുണ്ട്. ശ്ലോകം 20 പറയുന്നു, അഥാ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാധാർത്ഥ രാഷ്ട്രാൻ കവിത്വചഃ പ്രവൃത്തെ ശസ്ത്ര സമ്പാദേ തനുരുദ്യമ്യ പാണ്ഡവഃ ഋഷികേശം തഥാ വാക്യമിതാമാഹാമഹീപതേ. അർജുനൻ യുദ്ധത്തിന് തയ്യാറായി ഭഗവാൻ ശ്രീകൃഷ്ണനോട് ഇരു സൈന്യങ്ങൾക്കും മധ്യത്തിലായി തേർ കൊണ്ടു നിർത്താൻ പറഞ്ഞു. എന്താ പറഞ്ഞേ, ഭഗവാന്റെ അടുത്ത് അർജുനൻ പറയാണ്, എന്താണ് കൃഷ്ണനോട് രണ്ട് സൈന്യത്തിന്റെ നടുക്കിലായിട്ട് മധ്യത്തിലായിട്ട് തേര് കൊണ്ട് നിർത്താനായിട്ട് അർജുനൻ പറയാണ് ഭഗവാന്റെ അടുത്ത്. അർജുനന്റെ കൊടിപ്പുറമേലുള്ള ഹനുമത് രൂപ മറ്റൊരു വിജയ ചിഹ്നം എത്രേ. അപ്പോ 3 കാര്യങ്ങൾ നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു വിജയത്തിന്റെ അടയാളമായിട്ട്. ഇതിന് മുന്നത്തെ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 3 എണ്ണം. ഒന്ന് ദിവ്യ ശംഖുകള്, ഒന്ന് ലക്ഷ്മിപതിയായ കൃഷ്ണൻ, ഒന്ന് അഗ്നിദേവൻ നൽകിയ രഥം. 3 കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എന്തൊക്കെയാണ്? ഒന്ന് ശംഖ്, രണ്ടാമത്തത് ഭഗവാൻ മാധവൻ, അതായത് ലക്ഷ്മി ദേവിയുടെ ഭർത്താവ് ആയിട്ടുള്ള കൃഷ്ണൻ ഉണ്ട് കൂടെ, മൂന്നാമത് അഗ്നിദേവൻ നൽകിയ രഥമുണ്ട്. അപ്പൊ ഇനി പറയാണ്, ഇതേപോലെ തന്നെ അടുത്ത വിജയത്തിന്റെ വിജയത്തിന്റെ എന്താ പറയാ പോയിന്റ്സ് പറയാണ്. ഭഗവാൻ അർജുനൻ വിജയിക്കുന്നുള്ളതിന്റെ ലക്ഷണങ്ങൾ പറയാണ്. 4ാമത്തെ പോയിന്റ് പറയണത് അർജുനന്റെ കൊടിക്കുറമേലുള്ള ഹനുമത് രൂപ മറ്റൊരു വിജയ ചിഹ്നം എത്രേ. അപ്പൊ അർജുനന്റെ കൊടിക്കുറ നമുക്കറിയാലോ, രഥത്തിന്റെ അവിടെ എന്തുണ്ടാവും, കൊടി കെട്ടിയിട്ടുണ്ടാവും. ആ കൊടിമേൽ എന്താണ് അവരുടെ അടയാളം വെച്ചിരിക്കുന്നത്? അതിലുള്ള ആരുടെയാണ്? ഹനുമാന്റെ രൂപമാണ്, ഹനുമത് രൂപമാണ് അവിടെ ഉള്ളത്. അത് വിജയത്തിന്റെ ഒരു ചിഹ്നമാണ് അത്. കാരണം എന്താ പറയുക, രാമരാവണ യുദ്ധത്തിൽ രാമന്റെ സഹായി ആരായിരുന്നു? ഹനുമാനായിരുന്നു. രാമൻ വിജയിച്ചു. നമുക്കറിയാം, രാമനും തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്നപ്പോ സീതനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് യുദ്ധം നടന്ന സമയത്ത് രാമന്റെ സഹായി ആരായിരുന്നു? ഹനുമാനായിരുന്നു അല്ലെ. അപ്പോ ആര് വിജയിച്ചിരുന്നു? ശ്രീരാമൻ വിജയിച്ചു. അപ്പൊ ഇവിടെ അതേപോലെ തന്നെ ആരാണ്? ഹനുമാൻ ആരുടെ സഹായത്തിനുണ്ട്? അർജുനന്റെ സഹായത്തിനുണ്ട്. രാമൻ ആരാണ്? ഇപ്പൊ കൃഷ്ണനായിട്ട് വന്നിരിക്കുകയാണ് അല്ലെ. ഭഗവാന്റെ അവതാരം തന്നെയാണ് ആര്? ശ്രീരാമനും ഭഗവാന്റെ അവതാരമാണ്. ഇപ്പോ ഭഗവാൻ സ്വയം വന്നിരിക്കുകയാണ്. പക്ഷെ ഭഗവാന്റെ അവതാരത്തിലാണ് ആര് വന്നിരുന്നത്? രാമൻ വന്നിരുന്നത്. അപ്പൊ അത് കാരണം കൊണ്ട് വിജയം ഉണ്ടാകും. ഇന്ദ്രിയാധീശനായ സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെ അർജുനനെ നയിക്കുന്നു. അർജുനന്റെ ഭാവി വിജയത്തിന്റെ സൂചനകൾ അപ്പൊ പറയാണ്. പിന്നെ ഇന്ദ്രിയത്തിന് അധീശനായ, നമുക്ക് പറഞ്ഞു ഋഷികേശനാണ്, ഇന്ദ്രിയങ്ങളുടെ നാഥനാണ് അല്ലെ ഭഗവാൻ. അപ്പൊ ഇന്ദ്രിയങ്ങളുടെ നാഥനായ ഭഗവാൻ തന്നെയാണ് ആരെ നയിക്കുന്നത്? അർജുനനെ നയിക്കുന്നത്. അപ്പൊ 3 കാര്യങ്ങളൂടി പറഞ്ഞു. ആദ്യം നമ്മൾ പറഞ്ഞു ദിവ്യരഥം ഉണ്ട്, പിന്നെ മാധവനാണ്, അതായത് ലക്ഷ്മി ദേവിയുടെ ഭർത്താവാണ്, പിന്നെ ദിവ്യമായ ശംഖുകളുണ്ട്. 3 പോയിന്റ് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പഠിച്ചു. ഇനി വേറെ പറയുന്നത് ഇപ്പൊ ഇതിലെന്താണ് പറഞ്ഞ ഹനുമത് രൂപമാണ് വിജയത്തിന്റെ മറ്റൊരാളും പറഞ്ഞത്, കൊടിമേലുള്ള ഹനുമാന്റെ അടയാളം. പിന്നെ വേറെന്താ പറഞ്ഞത്? സാക്ഷാൽ ശ്രീകൃഷ്ണനാണ് ആരെ നയിക്കുന്നത്? അർജുനനെ നയിക്കുന്നത്. ഇന്ദ്രിയാധീശനായ, ഇന്ദ്രിയങ്ങളുടെ നാഥനായ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് അർജുനനെ നയിക്കുന്നത്. ഇതും എന്താണ്? അർജുനന്റെ വിജയത്തിന്റെ കാരണങ്ങളാണ്. അപ്പൊ 2 കാരണങ്ങളോടുകൂടി നമുക്ക് കിട്ടി. ഒന്ന് കൊടിമേലുള്ള ഹനുമാന്റെ അടയാളം, പിന്നെ വന്നിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ, അതായത് ഇന്ദ്രിയാധീശനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന്റെ കൂടെയുണ്ട്. അപ്പൊ നമുക്കിപ്പോ 5 കാരണങ്ങൾ നമ്മൾ പഠിച്ചു. കൃഷ്ണന്റെ വ്യക്തിപരമായ സാന്നിധ്യം വിജയം ഉറപ്പിക്കുന്നു. അപ്പൊ ഒന്നുകൂടി പറയാണ് പോയിന്റ്സ് ആയിട്ട്. കൃഷ്ണന്റെ വ്യക്തിപരമായ സാന്നിധ്യം വീണ്ടും ഉറപ്പിക്കുന്നു. പരമദിവ്യോത്തമ പുരുഷനാണ് തേരാളി. കാരണം അർജുനന്റെ തേര് നയിക്കുന്നത് ആരാണ്? ഭഗവാനാണ്. ജയസ്തു പാണ്ഡുപുത്രാണാം യേഷാം പക്ഷേ ജനാർദ്ദന. ഋഷികേശനായി കൃഷ്ണൻ ഒരു ശുദ്ധഭക്തന്റെ ഇന്ദ്രിയങ്ങളെ നേരിട്ട് നിയന്ത്രിക്കുന്നു. അപ്പൊ ഭഗവാന്റെ തേര് നയിക്കുന്നത് ആരാണ്? അർജുനന്റെ തേര് നയിക്കുന്നത് ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ഒപ്പം തന്നെ ഋഷികേശനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണൻ ഭക്തന്റെ ഇന്ദ്രിയങ്ങളെ നേരിട്ട് നിയന്ത്രിക്കുന്നുണ്ട്. അർജുനന്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട് ആര്? ഭഗവാൻ കൃഷ്ണൻ. പിന്നെ ഭാഗ്യദേവത ലക്ഷ്മി ദേവിയാണ് അല്ലെ. ഭാഗ്യദേവത ലക്ഷ്മി ദേവിയുടെ ഭർത്താവാണ് ആര്? ഭഗവാൻ ശ്രീകൃഷ്ണൻ. എവിടെയെല്ലാം ഭഗവത് സാന്നിധ്യമുണ്ടോ അവിടെയെല്ലാം ഐശ്വര്യ ദേവതയും വാഴുന്നു. ഭാഗ്യദേവത ഒരിക്കലും പ്രീതമനെ വേർപിരിയാറില്ല. അപ്പൊ ശ്ലോകം 14 പറയുന്നുണ്ട് ആരാണ്? ലക്ഷ്മി ദേവിയുടെ ഭർത്താവാണ്, പതിയാണ് ആര്? ഭഗവാൻ ശ്രീകൃഷ്ണൻ. അപ്പൊ എവിടെയൊക്കെ ഭർത്താവുണ്ടോ ഭർത്താവിന്റെ അടുത്ത് ആരും ഉണ്ടാവും? ഭാര്യ ഉണ്ടാവും. അപ്പൊ അത് കാരണം കൊണ്ടും എന്താണ് അർജുനന് വിജയം
സുനിശ്ചിതമാണ്. പാണ്ഡവർക്ക് വിജയം സുനിശ്ചിതമാണ്. പിന്നെ വേറെ എന്താണ്, ഒരു പോയിന്റ് കൂടി ഉണ്ടായിരുന്നു. കുരുക്ഷേത്ര യുദ്ധഭൂമിയിലാണ്, ഭൂമിയിലാണ് എന്ത് നടക്കുന്നത്, യുദ്ധം നടക്കുന്നത്. കുരുക്ഷേത്ര ഭൂമി എന്ന് വെച്ചാൽ എങ്ങനെയാണ്, പുണ്യസ്ഥലമാണ്. ആ പുണ്യസ്ഥലം അതിനൊരു കാരണമാണ്. അവിടെ നമ്മൾ പറഞ്ഞില്ല, വിജയം മാത്രമേ ഉണ്ടാവുന്ന ഒരു സ്ഥലമാണത്. അപ്പൊ അവിടെ എന്താണ്, പാണ്ഡവ പക്ഷത്താണ് ധർമ്മം. അത് കാരണം കൊണ്ട് ധർമ്മത്തിന് എപ്പോഴും വിജയം ഉണ്ടാവും. അപ്പൊ അതും ഒരു പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അർജുനന്റെ കൊടിപ്പുറമേലുള്ള ഹനുമദ്രുകം. ഹനുമാൻ രാമരാവണ യുദ്ധത്തിൽ സഹായിച്ചു, രാമൻ വിജയിച്ചു. അപ്പൊ അതേപോലെ തന്നെ അർജുനൻ സഹായിക്കാനും ആരുണ്ട് ഇവിടെ, ഹനുമാനുണ്ട്. അപ്പൊ അതുകൊണ്ടും ഹനുമാനും എന്താണ് ഹനുമാന്റെ അടയാളം എന്തിന്റെ ലക്ഷണമാണ്, വിജയത്തിന്റെ ലക്ഷണമാണ്. പിന്നെ വിഷ്ണുവിന്റെ ചിഹ്നം, ശംഖ് വിഷ്ണുവിന്റെ ചിഹ്നമാണ്. ഇത് പരോക്ഷമായി സൂചിപ്പിക്കുന്നത് ഭീഷ്മരുടെയും പാണ്ഡവരുടെയും ശംഖുകളാണ്. അപ്പൊ ശംഖു ദിവ്യ ശംഖുകളാണ് അല്ലെ. ഭഗവാന്റെ ശംഖ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ ശംഖിന്റെ പേരെന്താണ്, ഓർമ്മയുണ്ടോ? ഇപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭഗവാന്റെ ശംഖിന്റെ പേര് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? പാഞ്ചജന്യം. അപ്പൊ ഭഗവാന്റെ ശംഖ് എന്ന് വെച്ചാൽ ദിവ്യമായ ശംഖുകളാണ് ഭഗവാന്റെ ശംഖൊക്കെ അല്ലെ. അപ്പൊ അതും എന്താണ്, നമ്മളെ യുദ്ധത്തില് വിജയം കാണിക്കുന്ന അടയാളങ്ങളാണ്, ലക്ഷണങ്ങളാണ് ഇതൊക്കെ. പിന്നെ ശംഖ് എന്ന് വെച്ചാൽ തന്നെ, ശംഖ് എന്ന് വെച്ചാൽ വിഷ്ണുവിന്റെ ചിഹ്നമായിട്ടാണ് ശംഖ് അറിയാം നമുക്ക് അല്ലെ. ശംഖ് ചക്ര ഗദ പത്മത്തിലാണ് ഭഗവാനെ നമ്മള് കാണുന്നത് തന്നെ. ചതുർഭുജ രൂപത്തിൽ ഭഗവാനെ നമ്മൾ ദർശിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ ശംഖും വിഷ്ണുവിന്റെ ചിഹ്നമാണ്. പിന്നെന്താ, ദിവ്യ ശംഖങ്ങള്, കൃഷ്ണാർജുനന്മാരുടെ ശംഖുകള് ദിവ്യങ്ങളാണ്. പിന്നെ ദുര്യോധനനെ സമാധാനിപ്പിക്കാൻ ഭീഷ്മന്റെ ശംഖു, പിന്നെ ദുര്യോധനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആര് ശംഖു മുഴക്കുന്നത്, ഭീഷ്മദേവൻ ശംഖു മുഴക്കുന്നത്. കാരണം ഭീഷ്മദേവൻ അറിയാം ആർക്കാണ് വിജയം ഉണ്ടാവാന്ന്, ധർമ്മത്തിനാണ് വിജയം ഉണ്ടാവുക. മാത്രല്ല ഭഗവാനാണ് പാണ്ഡവ പക്ഷത്തുള്ളത്. അതുകൊണ്ട് ദുര്യോധനന് വിജയം ഉണ്ടാവില്ല എന്ന് അറിയാം. പക്ഷെ എങ്കിലും ദുര്യോധനൻ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭീഷ്മദേവൻ ശംഖു മുഴക്കുന്നത്. അർജുനൻ നൽകിയ അഗ്നിദേവന്റെ രഥം, അർജുനന് നൽകിയിട്ടുള്ള അഗ്നിദേവന്റെ രഥം ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു, 3 ലോകങ്ങളെയും കീഴടക്കാൻ പറ്റുന്ന രഥമാണ്. അതിന് വിജയം മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു രഥത്തിലാണ് അർജുനൻ ഇരിക്കുന്നത് തന്നെ. അപ്പൊ അതും എന്താണ്, വിജയത്തിന്റെ ലക്ഷണമാണ്. പിന്നെ ഹൃദയം പിളർന്നു. പാണ്ഡവ സൈന്യം ശംഖൂതിയപ്പോൾ കൗരവന്മാരുടെ ഹൃദയം പിളർന്നു. ദുര്യോധന പക്ഷത്തുള്ള ഭീഷ്മാദികൾ ശംഖൂതിയപ്പോൾ പാണ്ഡവരുടെ ഹൃദയം പിളർന്നതായി പറയുന്നില്ല. കൃഷ്ണ ഭഗവാനിൽ പാണ്ഡവർക്കുള്ള വിശ്വാസത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഭഗവാനിലുള്ള വിശ്വാസം, നമ്മൾ പറഞ്ഞില്ലേ, ഭഗവാനിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊരു പ്രോബ്ലം വന്നാലും നമ്മളെ സഹായിക്കാൻ ആരുണ്ടാവും, ഭഗവാൻ ഉണ്ടാവും. പക്ഷെ നമുക്ക് എന്തുണ്ടാവണം, നമ്മൾ ഭഗവാനിൽ ഉറച്ചു വിശ്വസിക്കണം. ദ്രൗപദിയുടെ കഥ നമ്മൾ ഫസ്റ്റ് ലെവലിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദ്രൗപദി ഒരു കൈ വെച്ച് വിളിച്ചപ്പോ ഭഗവാൻ വന്നില്ല, 2 കൈയും വീട്ടിട്ട് വേറെ ഒന്നും എനിക്ക് ശരണില്ല, ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ വിളിച്ചപ്പോഴാണ് ഭഗവാൻ വരുന്നത്. കാരണം ആ വിശ്വാസമാണ് നമുക്ക്. ആ ഭഗവാനിൽ നമുക്ക് അത്രയും വിശ്വാസം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്കൊരിക്കലും പ്രോബ്ലം ഉണ്ടാവില്ല. ഭഗവാൻ നമ്മളെ ഏതൊരു ആപത്തിൽ നിന്നും ഭഗവാൻ നമ്മളെ രക്ഷിച്ചിരിക്കും. അങ്ങനെ നമ്മൾ കണ്ടു. ഇനി 21ാമത്തെ തൊട്ടുള്ള ശ്ലോകത്തില് നോക്കാം. 21ാമത്തെ ശ്ലോകം തൊട്ട് 23 വരെ പറയുന്നത്, അർജുനൻ ഭഗവാനെ അച്യുത, വീഴ്ച പറ്റാത്തവൻ എന്നാണ് വിളിച്ചിരിക്കുന്നത്. ഭക്തന്മാരോടുള്ള അദ്ദേഹത്തിനുള്ള സ്നേഹത്തിന് ഒരിക്കലും കുറവില്ല. അപ്പൊ ഭഗവാനെ അർജുനൻ എന്താ വിളിച്ചിരിക്കുന്നത്, അച്യുത, ചുതി സംഭവിക്കാത്തവനെ. അച്യുത എന്ന് പറയുന്നത് ചുതി സംഭവിക്കുന്നില്ല, വീഴ്ച പറ്റാത്തവനെ എന്നാണ് വിളിക്കുന്നത്. കാരണം അർജുനൻ പറയുണ്ടായിരുന്നു, 2 സൈന്യത്തിന്റെ നടുക്ക് കൊണ്ട് തേര് കൊണ്ട് നിർത്താൻ പറഞ്ഞു. ഭഗവാൻ എന്താണ്, ഭഗവാനാണ് അല്ലെ. ഭഗവാൻ എന്ന് വെച്ചാലാണ് ഈ ജഗത്തിന്റെ നാഥനാണ്. പക്ഷെ അങ്ങനെയും പറഞ്ഞിട്ട് ഭഗവാൻ ഇരിക്കുകയാണ് ചെയ്യുന്നതല്ല. ഭഗവാൻ ഒരു എന്താ പറയുന്ന ഒരു സേവകനെ പോലെ ഭഗവാൻ പെട്ടെന്ന് തന്നെ അർജുനൻ പറഞ്ഞ പോലെ തന്നെ രഥം കൊണ്ട് 2 സൈന്യത്തിന്റെ നടുക്ക് നിർത്തുക ചെയ്യുന്നത്. അപ്പൊ ഭഗവാൻ ഭക്തന് വേണ്ടിയിട്ട് എന്തും ചെയ്യും. ഭഗവാൻ എന്താണ്, ഭഗവാൻ ഭക്തർക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്യാനായിട്ട് ഭഗവാൻ ഒരുക്കാണ്. അപ്പൊ അത് കാരണം കൊണ്ട് ഭഗവാൻ എന്താ പറയുന്നത്, അച്യുത എന്നാണ് വിളിക്കുന്നത്. ചുതി സംഭവിക്കാത്തവനെ, വീഴ്ച പറ്റാത്തവനെ എന്നാണ് ഭഗവാനെ ഇവിടെ പറയുന്നത്. ഭഗവാൻ കൃഷ്ണൻ, ശ്രീകൃഷ്ണൻ സ്നേഹം കൊണ്ടും അഹേതുവായ കരുണയാലും തേരാളിയുടെ സ്ഥാനം ഏറ്റെടുത്തു. പറയാണ് ഭഗവാൻ അർജുനനോടുള്ള സ്നേഹം കൊണ്ടും അതുപോലെ തന്നെ കരുണ കൊണ്ടും, കാരണം ഭക്തനോടുള്ള ഒരു കരുണ കൊണ്ടും കാരണമാണ് തേരാളിയുടെ സ്ഥാനം ഏറ്റെടുത്തത്. ശുദ്ധ ഭക്തന്മാരുടെ ആജ്ഞകൾ നിറവേറ്റുന്നതിലാണ് ഭഗവാൻ കൂടുതൽ സന്തോഷിക്കുന്നത്. ഏത് നിലയിലും അദ്ദേഹം പരമദിവ്യോത്തമ പുരുഷനാണ്. അപ്പൊ ഭഗവാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഭക്തന്മാരുടെ ഹൃദയത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. ഭക്തൻ എങ്ങനെയാണ്, ഭഗവാൻ എങ്ങനെയാണ്,
ഭാവഗ്രാഹി ജനാർദ്ദൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഓരോരുത്തരുടെ ഒരു ഭാവത്തിനനുസരിച്ച് നമ്മളുടെ മനസ്സിലുള്ള നമുക്ക് എങ്ങനെയാണോ ഭഗവാൻ ആഗ്രഹിക്കുന്നത് അതേ രീതിയിൽ ഭഗവാൻ നമ്മളെ അടുത്ത് വരാണ് ചെയ്യുന്നത്. അപ്പോ ഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭക്തന്മാരുടെ ഹൃദയത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. അപ്പൊ ഭക്തന്മാരുടെ ആജ്ഞകൾ നിറവേറ്റാനായിട്ട് ഭഗവാന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഭക്തൻ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും ഭഗവാൻ അത് സാധിച്ചു കൊടുക്കും. അതുകൊണ്ട് ഭക്തനാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് എന്തും ഭഗവാൻ ചെയ്യും. അപ്പൊ അത്രയും ഭക്തനാവാനായിട്ട് മുക്തി പിന്നെയും ലഭിക്കും, പക്ഷെ ഭക്തി കിട്ടാൻ പാടാന്നാ പറയാ. കാരണം മുക്തി ലഭിച്ചു കഴിഞ്ഞാൽ പക്ഷെ ഭക്തി ആയിക്കിട്ട് എന്താ സംഭവിക്കുന്നത്, ഭക്തന് വേണ്ടിയിട്ട് ഭഗവാൻ എല്ലാം ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഭക്തി കിട്ടാനാണ് നമുക്ക് ബുദ്ധിമുട്ട്. അതുകൊണ്ട് നമ്മൾ എവിടെ ചെല്ലുമ്പോഴും എല്ലാവരുടെ അടുത്തും നമ്മൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, ഭക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഭക്തി കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, ഭഗവാൻ നമ്മളൊപ്പം ഉണ്ടാവും, പിന്നെ നമുക്ക് എല്ലാതും കിട്ടും. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്ക് എല്ലാതും വരും. അപ്പൊ നമ്മൾ എന്താണ് നമുക്ക് വേണ്ടത്, ഭക്തിയാണ് ശരിക്കും നമുക്ക് വേണ്ടത്. അപ്പോ ഇതൊക്കെ ചെയ്താലും അർജുനൻ പറയുന്ന പോലെ രഥം കൊണ്ട് നിർത്തിയാലും ഇതൊക്കെ ചെയ്താലും ഭഗവാൻ ആരാണ്, പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ്. പക്ഷെ ഭക്തന്മാരുടെ ആജ്ഞ നിറവേറ്റുന്നതിൽ അദ്ദേഹം വളരെ സന്തോഷിക്കുന്നുണ്ട്. പിന്നെ ഉത്തമ ഭക്തൻ എന്ന നിലയിൽ അർജുനന് യുദ്ധം ചെയ്യുന്നതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. അനാവശ്യമായ യുദ്ധത്തിന്റെ കാര്യത്തിൽ അവർക്ക് എത്രത്തോളം താല്പര്യമുണ്ടെന്നും അർജുനൻ ആഗ്രഹിച്ചു. അപ്പൊ ദുർബുദ്ധിയായ ദുര്യോധനനെ സന്തോഷിപ്പിക്കുവാനായി യുദ്ധത്തിനൊരുങ്ങിയവർ ആരെല്ലാമാണെന്നറിയാൻ അർജുനൻ ആഗ്രഹിച്ചു. താൻ നേരിടാൻ പോകുന്ന സൈന്യത്തിന്റെ ബലം എത്രയുണ്ടെന്ന് കണക്കാക്കാമെന്നും അദ്ദേഹം ഉദ്ദേശിച്ചു. അപ്പൊ അർജുനൻ ഉത്തമ ഭക്തനാണ് ഭഗവാന്റെ. അർജുനൻ ഒരിക്കലും യുദ്ധം ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അർജുനൻ അറിയാം യുദ്ധം ചെയ്യുന്നത് ആരൊക്കെയാണ്, സ്വന്തം കുടുംബത്തിലുള്ളവരാണ് അല്ലെ, സഹോദരന്മാരുണ്ട്, പിതാമഹന്മാരുണ്ട്, ഗുരുണ്ട്, അങ്ങനത്തെ എല്ലാവരുമാണ് യുദ്ധം ചെയ്യുന്നത്. പക്ഷെ അത് കാരണം കൊണ്ട് അർജുനൻ ഒരിക്കലും യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. പക്ഷെ അർജുനൻ ഒരു കാര്യം അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താണ്, ഈ ദുര്യോധനനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് യുദ്ധത്തിനൊരുങ്ങിയിട്ട് ആരൊക്കെയാണ് വന്നതെന്ന് അറിയാനായിട്ട്. കാരണം രണ്ടു കൂട്ടരും ആരാണ്, ഈ ദുര്യോധനന്റെ പക്ഷത്തുള്ളവരും അർജുനന്റെയും കൂടി ബന്ധുക്കളാണ് അല്ലെ. അപ്പൊ അർജുനൻ അത് അറിയണമായിരുന്നു ആരൊക്കെയാണ് ദുര്യോധനനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അല്ലാതെ ദുര്യോധനൻ ജയിക്കണം എന്ന് അവർ ആരും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. പക്ഷെ എങ്കിലും അത് ആരൊക്കെയാണ് അതിന് വന്നിരിക്കുന്നതെന്ന് അറിയാനായിട്ട് ആർക്ക് ആഗ്രഹമുണ്ട്, അർജുനന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രല്ല, താൻ നേരിടാൻ പോകുന്ന സൈന്യത്തിന്റെ ബലം എത്രയുണ്ടെന്ന് കണക്കാക്കുമെന്ന് അദ്ദേഹം വിചാരിച്ചു. അപ്പൊ എന്തായാലും യുദ്ധം ചെയ്യുകയാണെങ്കിൽ ആ യുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ ഓപ്പോസിറ്റ് ഉള്ള ആ ടീം എത്രയും വലുതാണെന്ന് അറിയാനും ആര് ചിന്തിച്ചു, അർജുനൻ ചിന്തിച്ചു. അപ്പൊ ഒരേ വിധത്തിലുള്ള തൂവൽ പക്ഷികളാണ്, സമാന ചിന്താഗതിയുള്ളത്. അപ്പൊ നമുക്കറിയണം ഇത് രണ്ടും ഒരച്ഛന്റെ മക്കളാണ് അല്ലെ. ഒരച്ഛന്റെ മക്കളാണ് ധൃതരാഷ്ട്രവും പാണ്ഡവരും. അവരുടെ മക്കളാണ് അല്ലെ. അപ്പൊ അവരുടെ മക്കൾ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചേട്ടന്റെ അനിയന്റെ മക്കളാണ്, ഒരു വീട്ടിൽ താമസിക്കുന്നവരാണ്. അപ്പോ ഇത് ശരിക്കും ഒരേപോലെ പങ്ക് ചെയ്തെടുക്കേണ്ടവരാണ്. പക്ഷെ എന്താണ്, രണ്ടു മനസ്സാണ്. അർജുനൻ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, സ്വന്തം കൂടപ്പിറപ്പുകൾ ആരും മരിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ദുര്യോധനൻ എന്താ ചിന്തിക്കുന്നത്, ഇവരെ കൊന്നിട്ട് രാജ്യം മുഴുവൻ കൈയടക്കണം എന്നാണ് ആര് ചിന്തിക്കുന്നത്, ദുര്യോധനൻ ചിന്തിക്കുന്നത്. അപ്പൊ ഒരേ കുടുംബത്തിലുള്ളവരാണല്ലേ ഇവർ രണ്ടുപേരും, ഒരേ രീതിയിലുള്ള, പക്ഷെ ഇവരുടെ ചിന്താഗതി എന്താണ്, വ്യത്യസ്തത്തിലാണ് പറയുന്നത്. അടുത്തത് വന്നിട്ട് 24 മുതൽ 27 വരെയുള്ള ശ്ലോകത്തില് ഗുഡാകേശന്റെ മീനിങ് പറയാണ്, അർജുനൻ നിദ്രയെയും അജ്ഞാനത്തെയും ജയിച്ചവൻ, കൃഷ്ണനുമായുള്ള സൗഹൃദം മൂലം. ഗുഡാകേശൻ എന്ന് വെച്ചാൽ അർജുനൻ നിദ്രയെയും അജ്ഞാനത്തെയും ജയിച്ചവനാണ് കൃഷ്ണനുമായുള്ള സൗഹൃദം മൂലം. അപ്പൊ അർജുനന്റെ വേറൊരു പേരാണ് നമ്മൾ പഠിച്ചു, ഗുഡാകേശൻ എന്ന്. അപ്പൊ അർജുനനെ നിദ്രനെയും കീഴ്പ്പെടുത്താനും അജ്ഞാനത്തെയും കീഴ്പ്പെടുത്താൻ സാധിക്കുന്നത് കൊണ്ട് അർജുനൻ നമ്മൾ എന്ത് പറയുന്നുണ്ട്, ഗുഡാകേശൻ എന്ന് പറയുന്നുണ്ട്. അർജുനന് കൃഷ്ണനെ നിമിഷ നേരത്തേക്ക് പോലും മറക്കാനാവില്ല. സമാധി, അതായത് അർജുനൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയത്തും ഉറങ്ങണ സമയത്ത് വരെയും അർജുനൻ എന്താണ്, ഭഗവാന്റെ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും അർജുനൻ എങ്ങനെയാണെന്ന് പറയുന്നത്, ഒരു സെക്കൻഡ് പോലും മറക്കുന്നില്ല ഭഗവാനെ. അങ്ങനെയാണ് അർജുനൻ. അപ്പൊ അത് കാരണം കൊണ്ട് അർജുനനെ എന്താ പറയുന്നത്, ഗുഡാകേശൻ എന്ന് പേര് പറയുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഋഷികേശൻ എന്നറിയപ്പെടുന്നുണ്ട്. അർജുനന്റെ മനസ്സിൽ നടക്കുന്നതെല്ലാം കൃഷ്ണന് അറിയാമായിരുന്നു. പാർത്ഥ, കുന്തിപുത്രൻ തന്റെ പിതാവായ വസുദേവരുടെ സഹോദരി മകനായതുകൊണ്ടാണ് താൻ തേരാളി പദം സ്വീകരിച്ചതെന്ന ഒരു സുഹൃത്ത് എന്ന നിലയിൽ കൃഷ്ണൻ അർജുനനെ അറിയിക്കുന്നു. അപ്പൊ പാർത്ഥ എന്ന് പറയുന്നത് എന്താണ്, പൃഥയുടെ പുത്രനായതുകൊണ്ട്, കുന്തിദേവിയുടെ പുത്രനായതുകൊണ്ടാണ് അല്ലെ. അപ്പൊ കുന്തിദേവി ആരാണ്, ഭഗവാന്റെ അച്ഛന്റെ സഹോദരിയാണ്.
അപ്പൊ അച്ഛന്റെ സഹോദരിയുടെ മകനായതുകൊണ്ടാണ്, സുഹൃത്തുന്ന് മാത്രല്ല, നീ എന്റെ അച്ഛന്റെ സഹോദരിയുടെ മകനായത് കൂടി കൊണ്ടാണ് എന്ത് ചെയ്തത്, നിന്റെ തേരാളി പദം സ്വീകരിച്ചതെന്ന് അർജുനന്റെ അടുത്ത് ആര് പറയുന്നു? ഭഗവാൻ പറയുന്നു. ഭഗവാൻ സൗഹൃദപൂർവ്വം പറഞ്ഞു, കുരുക്കളെ നോക്കൂ, പിതൃ സഹോദരി പുത്രൻ പൊരുതാതെ ഇരിക്കും എന്ന് കൃഷ്ണൻ പ്രതീക്ഷിച്ചില്ല. അപ്പൊ അതുകൊണ്ട് സൗഹൃദത്തിൽ ഇങ്ങനെ പറയാണ്, ഭഗവാൻ പറയാണ്, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന പക്ഷെ കുരുക്കളെ നോക്കിയേ, അവരെന്താണ് യുദ്ധം ചെയ്യാൻ വേണ്ടിട്ട് ഉത്സാഹത്തോടെ വന്ന് നിൽക്കാണ്. അർജുനനാണ് വിഷമിച്ച് നിൽക്കുന്നത്, പക്ഷെ അവരെന്താണ്, അവര് യുദ്ധം ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് വന്ന് നിൽക്കാണ്. അർജുനൻ യുദ്ധത്തിൽ താഴെ പറഞ്ഞിരിക്കുന്നവരെ എല്ലാം കണ്ടു. ആരൊക്കെ കണ്ടത്? അർജുനൻ പറഞ്ഞല്ലോ, തേര് കൊണ്ട് 2 സൈന്യത്തിന്റെ നടുക്ക് നിർത്താനായിട്ട് ഭഗവാന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ അർജുനൻ ആരെല്ലാം കണ്ടത് അവിടെ? ബന്ധുക്കളെ കണ്ടു, ഭീഷ്മനെയും സോമദത്തനെയും പോലുള്ള മുത്തച്ഛന്മാരുണ്ടായിരുന്നു, ദ്രോണാചാര്യർ, കൃപാചാര്യർ മുതലായ ഗുരുജനങ്ങൾ ഉണ്ടായിരുന്നു, ശല്യ സഖിനുകളെ പോലുള്ള മാതുലന്മാരുണ്ടായിരുന്നു, ദുര്യോധനാദികളായ സഹോദരന്മാർ, ലക്ഷ്മണാദികളായ പുത്രന്മാർ, അശ്വത്ഥമാവ് തുടങ്ങിയ സുഹൃത്തുക്കൾ, കൃതവർമാവിനെ പോലുള്ള ഗുണകാംക്ഷികൾ, അനേകം സുഹൃത്തുക്കളും. അർജുന കരുണാഭരിതനായി ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ആ യുദ്ധഭൂമിയിൽ ചെന്ന് നോക്കിയപ്പോ ഓപ്പോസിറ്റ് സൈന്യത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നത്? ബന്ധുക്കളും സുഹൃത്തുക്കളും, പിന്നെ അതുപോലെ തന്നെ ദ്രോണാചാര്യര്, കൃപാചാര്യര്, പിന്നെ ഭീഷ്മദേവൻ, സോമദത്തൻ, പിന്നെ ശകുനി പോലുള്ള മാതുലന്മാര്, പിന്നെ സഹോദരന്മാര്, പിന്നെ ലക്ഷ്മണാദികളായ പുത്രന്മാര്, സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, പിന്നെ ഗുണകാംക്ഷികൾ ഉണ്ടായിരുന്നു. ഇവരൊക്കെ കണ്ടപ്പോ അർജുനൻ കരുണാഭരിതനായി. അർജുനൻ അറിയാം ഇവരൊക്കെ എന്താണ്, ഇവരൊക്കെ കൊല്ലപ്പെടാൻ പോകുന്നവരാണ്. അപ്പൊ അർജുനന് ഭയങ്കര കരുണ തോന്നി എല്ലാവരുടെ അടുത്തും. അപ്പൊ അർജുനൻ നടുക്ക് നിൽക്കുകയാണെങ്കിൽ അർജുനന്റെ ചുറ്റുമുള്ളവരൊക്കെ ആരൊക്കെയെന്ന് പറയണം. അപ്പൊ തുല്യരുണ്ടായിരുന്നു, പിതാമഹന്മാര്, ഭാര്യാപിതാക്കന്മാര്, മക്കള്, സഹോദരങ്ങള്, മാതുലന്മാര്, സുഹൃത്തുക്കള്, ഗുരുജനങ്ങള്, ഇവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതില് എന്താ പറയുന്നത്, അർജുനന് എല്ലാവരുടെ അടുത്തും ദയ തോന്നുന്നത്. കാരണം ഇവരൊക്കെ കൊല്ലപ്പെടുമോ എന്നുള്ളൊരു ഭയം, എന്താ പറഞ്ഞ, ദയ ആർക്ക് തോന്നി? കരുണ തോന്നി. മറ്റുള്ള സഹജീവികളോട് ദയ ഉള്ള കാരണം കൊണ്ട് അർജുനൻ അങ്ങനെ ചിന്തിക്കുന്നത്, ഇവർ യുദ്ധം നടത്തി കഴിഞ്ഞാൽ ഇവരൊക്കെ കൊല്ലപ്പെടില്ലേ എന്നുള്ളൊരു ചിന്ത അർജുനന് വന്നു. ഇനി അർജുനന്റെ സംശയങ്ങൾ, ഇനി അപ്പൊ അത് വെച്ചിട്ട്, കാരണം അർജുനൻ ചിന്തിക്കുകയാണില്ലേ, നമ്മളിപ്പോ യുദ്ധം തുടങ്ങുകയാണെങ്കിൽ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത്, പക്ഷെ എന്താണ്, നിരപരാധികളായ കുറെ പേരാണ് അതിൽ കൊല്ലപ്പെടുന്നത്. അപ്പൊ അർജുനൻ അതൊക്കെ വളരെ സംശയമായി. കാരണം ഇതൊക്കെ ചെയ്തു വരുമ്പോ പലർക്കും ചിലപ്പോ അവർക്ക് അവരുടെ വീട് നഷ്ടപ്പെടുന്നു, അവരുടെ അച്ഛനെ നഷ്ടപ്പെടുന്നു, അതല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുമല്ലോ, ഭർത്താവിന് നഷ്ടപ്പെടുന്നവരുണ്ടാവും, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ അതൊക്കെ ആലോചിച്ചിട്ട് ആർക്ക് പ്രയാസം ഉണ്ടായി? അർജുനന് വിഷമുണ്ടായി. അപ്പൊ അർജുനൻ ഈ അതിന്റെ സംശയങ്ങൾ അർജുനൻ ചോദിക്കുകയാണ് 28 മുതൽ 46 വരെയുള്ള ശ്ലോകത്തില്. ഈ യുദ്ധം തന്റെ കുടുംബത്തെയും പാരമ്പര്യത്തെയും എങ്ങനെ നശിപ്പിക്കുമെന്ന് ചിന്തിച്ച് അർജുനന്റെ മനസ്സ് ചുറ്റിക്കറങ്ങുന്നു. തന്റെ കുടുംബാംഗങ്ങളെ കൊന്നാൽ വലിയ പാപകർമ്മത്തിന്റെ ഫലം തന്നെ കാത്തിരിക്കുന്നു എന്ന് കരുതുന്നു. അതിലും ഭേദം നിരായുധനായി പ്രതിരോധത്തിനൊരുങ്ങാതെ നിൽക്കുമ്പോൾ തന്നെ കൊല്ലട്ടെ എന്ന് ചിന്തിക്കുന്നു. അർജുനൻ അത്യന്തം ദുഃഖിതനായി വില്ലും ശരങ്ങളും താഴെയിട്ട് തേരിലിരിപ്പായി. അപ്പൊ ഈ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ തന്റെ കുടുംബത്തിന്റെ പാരമ്പര്യത്തെ നശിപ്പിക്കുന്ന അർജുനൻ ചിന്തിക്കുകയാണ്. അപ്പൊ അർജുനൻ അതൊക്കെ ചിന്തിച്ചിട്ട് അർജുനന്റെ മനസ്സ് ഭയങ്കര വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുടുംബത്തിലുള്ള ബന്ധക്കാരെയൊക്കെയാണ് കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കൊന്നു കഴിഞ്ഞാൽ പാപഫലം അനുഭവിക്കേണ്ടി വരും, അല്ല, നമുക്കറിയാം. അപ്പൊ അതും അർജുനന്റെ ഒരു സംശയമാണ്, പേടിയാണ്. പിന്നെ അപ്പൊ അർജുനൻ ചിന്തിക്കുകയാണ്, എന്താണ്, ഞാൻ ഇവരെ യുദ്ധത്തിൽ കൊന്നിട്ട് എനിക്ക് ആ പാപം ലഭിക്കുന്നതിനേലും നല്ലത്, പിന്നെ കുടുംബഭാര്യ നഷ്ടപ്പെടുത്തിയിട്ട് അവരുടെയൊക്കെ ശാപമൊക്കെ എനിക്ക് കിട്ടുന്നതിനേക്കാളും നല്ലത് എന്താണ്, എന്നെ എല്ലാവരും കൊന്നോട്ടെ എന്ന് പറഞ്ഞ. പ്രതിരോധത്തിന് ഒരുങ്ങാതെ നിൽക്കുമ്പോൾ സാധാരണ എങ്ങനെയാണ്, നിരായുധനായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ഒരു റൂൾസ് എങ്ങനെയാണ്, വൈകുന്നേരം വരെ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ യുദ്ധം ചെയ്യുക. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ യുദ്ധം നിർത്തി പിന്നെ അവരൊക്കെ എന്തായി, കൂട്ടുകാരായി, അവരൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും, ഇതൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് വീണ്ടും രാവിലെ യുദ്ധം തുടങ്ങും, രാത്രിയാകുമ്പോ അങ്ങനെയാണ് യുദ്ധം നടക്കുന്നത്. അപ്പൊ പിന്നെ അതേപോലെ തന്നെ യുദ്ധം നടക്കുമ്പോ ആയുധങ്ങളില്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാൻ പാടില്ല. ഇപ്പൊ നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ കയ്യിൽ നിന്ന് ആയുധം താഴ്ത്തി വീണാൽ നമ്മളും അനങ്ങാതെ നിൽക്കണം. ആ സമയത്ത് നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല അവരെ. കാരണം യുദ്ധത്തിനും കുറെ നിയമങ്ങളും നീതിയൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ച് തന്നെയാണ് യുദ്ധം നടക്കുന്നത്. അപ്പൊ അത് പാലിക്കാന്നുള്ളത് യുദ്ധത്തിന്റെ ഒരു നിയമങ്ങളാണ്, യുദ്ധത്തിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങളാണ്. അപ്പൊ അർജുനൻ പറയാണ്, അങ്ങനെ നിരായുധനായിട്ട് ഞാൻ നിൽക്കുന്ന സമയത്ത് വേണമെങ്കിൽ അവരെന്നെ കൊന്നോട്ടെ, പ്രതിരോധത്തിന് ഒരുങ്ങാതെ നിൽക്കുമ്പോൾ തന്നെ കൊല്ലണമെങ്കിൽ കൊന്നോട്ടെ, പക്ഷെ എന്നാലും എന്ത് ചെയ്യാൻ അർജുനൻ താല്പര്യമില്ല, അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനും അവരെ കൊല്ലാനായിട്ടൊന്നും താല്പര്യമില്ല. കാരണം അതിന്റെ ഒക്കെ പാപം അനുഭവിക്കേണ്ടി വരുന്ന അർജുനൻ ചിന്തിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അർജുനൻ ഇത് കണ്ട് വിഷമിച്ചിട്ട്
അത്യന്തം ദുഃഖിതനായി വില്ലും ശരങ്ങളും താഴെ ഇട്ടിട്ട് രഥത്തില് ഇരിക്കുകയാണ്. ഇനി അതൊന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. അർജുനൻ ബന്ധുക്കളെ കണ്ടതിന് ശേഷമുള്ള അർജുനന്റെ പ്രതികരണമാണ് ശ്ലോകം 28 29 പറയുന്നത്. അർജുന ഉവാച ദൃഷ്ടേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീതന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപതശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായത്തെ ഗാണ്ഡീവം സംസദേ ഹസ്താ ത്യക്ചൈവ പരിദഹ്യത്തെ. എന്താ പറയുന്നത്? അപ്പൊ അർജുനൻ ഇത് കണ്ടിട്ട് എന്ത് സംഭവിക്കുന്നു പറഞ്ഞു. അർജുനന്റെ പ്രതികരണങ്ങളാണ് പറയുന്നത്. ഇനി കാരണം രഥം കൊണ്ട് രണ്ട് സൈന്യത്തിന്റെ നടുക്ക് നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ബന്ധുക്കള് ആരൊക്കെയാണ് യുദ്ധത്തിൽ വന്നതെന്ന് കണ്ടു. അപ്പൊ അവരെ കണ്ടതിന് ശേഷമുള്ള അർജുനന്റെ റെസ്പോൺസ്, അർജുനന്റെ പ്രതികരണത്തിനെ പറ്റി പറയാണ്. അർജുനന്റെ ലക്ഷണങ്ങള്, അർജുനൻ ഇതൊക്കെ കണ്ടപ്പോ എന്താ സംഭവിച്ചത്? അർജുനന്റെ അവയവങ്ങൾ തളരുന്നു, മുഖം വരളുന്നു. കാരണം അപ്പൊ എന്താ, അർജുനൻ അത് കണ്ടപ്പോ, ഇവരൊക്കെ കണ്ടപ്പോ അർജുനന്റെ അവയവങ്ങളൊക്കെ, കൈയും കാലൊക്കെ തളരാൻ തുടങ്ങി. മുഖമൊക്കെ ആകെ വറ്റി വരണ്ട് വളർന്ന പോലെയായി മുഖം. കാരണം എന്താണ്? അർജുനന് അനുകമ്പയും സഹതാവും. അപ്പൊ അതെന്താ കാരണം? അതിന്റെ അർജുനൻ അവരടുത്ത് ഭയങ്കര അനുകമ്പ ഉണ്ടായി, അതുപോലെ തന്നെ സിമ്പതിയും സഹതാപവും ഉണ്ടായി. അവർക്കെല്ലാം മരണം അടുത്തതോർത്ത് എന്താണ്, അവരെല്ലാം മരിച്ചു പോകുന്ന ആർക്കറിയാം? അർജുനൻ അറിയാം. അപ്പൊ അത് ഓർത്തിട്ട് അർജുനൻ അവരടുത്ത് അനുകമ്പയും സഹതാപവും ഉണ്ടായി. ഈ പ്രതികരണം ഉണ്ടായത് ദൗർബല്യം കൊണ്ടല്ല, മൃദുല ഹൃദയത്വം കൊണ്ടാണ്. അത് ശുദ്ധനായ ഭഗവത് ഭക്തനിൽ സ്വാഭാവികമാണ്. അപ്പൊ ഒന്നും കൂടി എടുത്തു പറയാണ്, അർജുനൻ ഈ പ്രതികരണം ഉണ്ടായത് എന്തുകൊണ്ടാണ്? അർജുനന് പേടിയുണ്ടായിട്ടല്ല, ദൗർബല്യം കൊണ്ടല്ല, മൃദുല ഹൃദയത്വം. അർജുനന്റെ ഹൃദയം എങ്ങനെയാ പറയുന്നത്? അർജുനൻ ഭയങ്കര എല്ലാവരോടും കരുണയുള്ളവനാണ്. അർജുനൻ സഹജീവികളോട് ദയവും കരുണ ഉള്ളവനാണ്. അതുകൊണ്ടാണ് അർജുനന് എന്തുണ്ടായത്? ഈ പറഞ്ഞ അനുകമ്പ സഹതാപവും ഈ വിഷമം ഉണ്ടായത്. ഒരു ശുദ്ധനായ ഭഗവത് ഭക്തനിൽ ഇത് സ്വാഭാവികമാണ്. അപ്പൊ ഭക്തന്മാർക്ക് എന്തുണ്ടാവണം? എപ്പോഴും അനുകമ്പയും സഹതാപവും, മറ്റുള്ള സഹജീവികളോട് അനുകമ്പയും സഹതാപവും എന്തായാലും നമ്മൾക്ക് ഭക്തന്മാർക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റിയാണ്. നമ്മള് എല്ലാ ജീവികളോടും, സഹജീവികളോടും, മനുഷ്യന്മാരോടും എല്ലാവരോടും നമ്മൾ എങ്ങനെ പെരുമാറാൻ പഠിക്കണം? അനുകമ്പയോടെ സഹതാപത്തോടെ നമ്മള് പെരുമാറാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അവരുടെ സമരവീര്യം കണ്ട് അദ്ദേഹം അമ്പരുന്നു. നിർവാജ്യമായ ഭഗവത് ഭക്തിയുള്ള ഏതൊരാളിലും ദിവ്യന്മാർക്കും ദേവന്മാർക്കുമുള്ള സർവ്വ ഗുണങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ ഇവരുടെ സമരം ചെയ്യാനുള്ള അവരുടെ ഉത്സാഹം കണ്ടിട്ട് ആരമ്പരന്നു പോയി? അർജുനൻ തന്നെ അമ്പരന്നു. നിർവാജ്യമായ ഭഗവത് ഭക്തിയുള്ള ഏതൊരാളിലും ദിവ്യന്മാർക്കും ദേവന്മാർക്കുമുള്ള സർവ്വ ഗുണങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ ഭഗവന്റെ ഭക്തി ഉള്ളവർക്കാണെങ്കിൽ എന്തുണ്ടാവും? അവരുടെ ഉള്ളില് എപ്പോഴും സർവ്വഗുണങ്ങൾ ഉണ്ടായിരിക്കും. ഈ പറഞ്ഞ പോലെ തന്നെ ദയ, അനുകമ്പ ഒക്കെ അവരുടെ ഉള്ളില് ഉണ്ടായിരിക്കും. വേറെ ലക്ഷണങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്? ശരീരം വിറയ്ക്കുന്നു, രോമാഞ്ചം സംഭവിച്ചു, ഗാണ്ഡീവം കയ്യിൽ നിന്ന് വഴുതുന്നു, തൊലി ചുട്ടുനീറുന്നു. അപ്പൊ അർജുനന് അവയവങ്ങൾ തളരുന്നു, മുഖം വരളുന്നു, പിന്നെ ശരീരം വിറയ്ക്കുന്നു, രോമാഞ്ചം ഉണ്ടാവുന്നു, പിന്നെ കയ്യിലിരിക്കുന്ന ഗാണ്ഡീവം, അർജുനന്റെ വില്ലിന്റെ പേരെന്താണ്? ഗാണ്ഡീവം കയ്യിൽ നിന്ന് വഴുതുന്നു, തൊലി ചുട്ടുനീറുന്നു. അപ്പൊ ഇതൊക്കെയാണ് അർജുനന്റെ ശരീരത്തില് അർജുനന് കണ്ട ലക്ഷണങ്ങൾ. എന്ത് സംഭവിച്ചപ്പോ? യുദ്ധഭൂമിയിലെ ബന്ധുക്കളെ കണ്ടപ്പോ അർജുനന് ഉണ്ടായ മാറ്റങ്ങളാണ് പറഞ്ഞത്. അർജുനൻ എന്തൊക്കെ സംഭവിച്ചെന്നാണ് പറഞ്ഞത്? ഫസ്റ്റ് അവയവങ്ങൾ തളരുന്നു, മുഖം വരളുന്നു, ശരീരം വിറയ്ക്കുന്നു, രോമാഞ്ചം ഉണ്ടാകുന്നു, പിന്നെ കയ്യിലിരിക്കുന്ന ഗാണ്ഡീവം വഴുതി വീഴുന്നു, തൊലി ചുട്ടുനീറുന്നു. ശരീരം വിറയ്ക്കുന്നു, രോമാഞ്ചം ഉണ്ടാകുന്നു. അത് തന്നെ വീണ്ടും പറയാണ്. ഇത് രണ്ടു തരത്തിൽ ഉണ്ടാവാം. ആധ്യാത്മികമായിട്ടുള്ള ആനന്ദ അനുഭൂതി കൊണ്ടും ഉണ്ടാവാം, പേടി കൊണ്ടും ഉണ്ടാവാം. അപ്പൊ നമുക്ക് ശരീരം വിറയ്ക്കലും ഇപ്പൊ രോമാഞ്ചൊക്കെ ഉണ്ടാവുമ്പോ അത് രണ്ടു തരത്തിൽ സംഭവിക്കാം. നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം ഉണ്ടാവുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? ശരീരം വിറച്ച് ഭയങ്കര ആ സന്തോഷത്തിൽ നമുക്ക് രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്ന പോലെ കാണാം. അത് ആധ്യാത്മികമായിട്ടുള്ള ആനന്ദ അനുഭൂതി ഉണ്ടാവുമ്പോൾ. അതേപോലെ തന്നെ വേറെന്താണ്? പേടി ഉണ്ടാവുമ്പോൾ നമുക്കത് സംഭവിക്കാം. പേടി എപ്പോഴുണ്ടാവുന്നത്? ഭൗതിക സാഹചര്യങ്ങളിൽ നിന്നുള്ളവാകുന്ന ഭയം കൊണ്ട് ഇതൊക്കെ സംഭവിക്കാം. ഗാണ്ഡീവം കയ്യിൽ നിന്ന് വീഴുന്നു, പിന്നെന്താണ്? തൊലി ചുട്ടുനീറുന്നു. ജീവിതത്തിനെ കുറിച്ചുള്ള ഭൗതിക ചിന്തകൾ മൂലമാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. കാരണം ഇവരൊക്കെ സ്വന്തം കൂടപ്പിറപ്പുകളും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയാണ്. അപ്പൊ ഇവരെയൊക്കെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പാപഫലം ഏൽക്കേണ്ടി വരും. പിന്നെന്താണ്? പിന്നെ ആരും ഇല്ലാതാവും അല്ലെ? അപ്പൊ അതൊക്കെ ചിന്തിച്ചിട്ടുള്ള ഇവരൊക്കെ സ്വന്തം സഹോദരന്മാരെന്നാ പറയുന്നത് അല്ലെ? അപ്പൊ ആ ഭൗതിക ചിന്ത മൂലമാണ് ഇതൊക്കെ അർജുനന് സംഭവിക്കുന്നത്.
അർജുനൻ സൗഭാഗ്യ ലക്ഷണങ്ങളാണ് എമ്പാടും കാണുന്നത്. അപ്പൊ അർജുനൻ എന്താണ്, ചുറ്റും നോക്കുമ്പോ അർജുനന് കാണുന്നത് മുഴുവനും ഭാഗ്യം കെട്ട ലക്ഷണങ്ങളാണ്. ഭാഗ്യം ഉണ്ടാവുന്ന ഒരു ലക്ഷണം അർജുനൻ കാണുന്നില്ല. ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല, തന്നെ മറന്നു പോകുന്നു, മനസ്സ് ചുറ്റിക്കറങ്ങുന്നു. അപ്പൊ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. എന്താ സംഭവിക്കുന്ന, മനസ്സ് ചുറ്റിക്കറങ്ങാണ് ചെയ്യുന്നത്. അർജുനൻ മറന്നു പോകാണ് ചെയ്യുന്നത്. അപ്പൊ ഭഗവാന്റെ ഇച്ഛയോടെ അർജുനന്റെ ലക്ഷണങ്ങള് എന്തൊക്കെ പറയുന്നത്, ദൗർഭാഗ്യ ലക്ഷണങ്ങൾ മാത്രം കാണുന്നു. യുദ്ധത്തിൽ നേടുന്ന വിജയം തനിക്ക് ദുഃഖത്തിനെ വഴി വെക്കൂ എന്നാണ് ആര് ചിന്തിക്കുന്നത്, അർജുനൻ ചിന്തിക്കുന്നത്. കാരണം ദൗർഭാഗ്യ ലക്ഷണങ്ങൾ ചുറ്റും കാണുന്ന കാരണം കൊണ്ട് എങ്ങാനും വിജയിച്ചു കഴിഞ്ഞാൽ, യുദ്ധത്തിൽ വിജയിച്ചു കഴിഞ്ഞാല് തനിക്ക് ദുഃഖം മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം അവരെ വിജയം കാണാൻ ആരില്ല. അർജുനന്റെ ഒന്നും വിജയം കാണാനായിട്ട് ദുര്യോധന പക്ഷത്തുള്ള ആരുമില്ല. അപ്പൊ പിന്നെ ആ വിജയിച്ചിട്ട് എന്താ കാര്യം എന്നാണ് ആര് ചിന്തിക്കുന്നത്, അർജുനൻ ചിന്തിക്കുന്നത്. പിന്നെ തന്നെ മറന്നു പോകുന്നത് എന്തുകൊണ്ടാണ്, മനോദൗർബല്യം കൊണ്ട്. പിന്നെ ഭൗതിക വിഷയങ്ങളിലെ അമിതമായ ആസക്തി, ഭയപ്പാടും മാനസിക വിഭ്രമവും, അമ്പരിപ്പിക്കുന്ന വിഷമസ്ഥിതി. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ സന്ദർഭങ്ങൾ ഉണ്ടാവുമ്പോൾ നമുക്ക് എന്താണ്, മനോദൗർബല്യം കുറഞ്ഞു വരും. നമുക്ക് മനസ്സിൽ ധൈര്യം ഇല്ലെങ്കിൽ പിന്നെ ഭൗതിക വിഷയങ്ങളിലുള്ള അമിതമായ ആസക്തി, മാനസിക വിഭ്രമം, ഇപ്പൊ ഇങ്ങനത്തെ ഒക്കെ സന്ദർഭങ്ങൾ നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്, തന്നെ നമ്മള് മറന്നു പോകാണ് ചെയ്യുന്നത്. പിന്നെ നിമിത്താനി വിപരീതാനി, പ്രതീക്ഷകളെല്ലാം നിഷ്ഫലമാകുമ്പോൾ താൻ എന്തിനിവിടെ നിൽക്കുന്നെന്ന് ചിന്തിച്ചു പോകുന്നു. കാരണം നമ്മളുടെ എല്ലാ പ്രതീക്ഷകളും മാറാണില്ല. നമ്മളിപ്പോ ഇവരൊക്കെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെന്താണ്, നമുക്ക് പാപവും കിട്ടും, ഇത് നമ്മളെ വിജയം കാണാൻ ആരുമില്ല. അപ്പൊ എന്തിനാണ് നമ്മളെ പ്രതീക്ഷകളും മുഴുവനും നിഷ്ഫലമാണ്, നമ്മൾ എന്തിനവിടെ നിൽക്കുന്നതെന്നാണ് അർജുനൻ ചിന്തിക്കുന്നത് തന്നെ. ജീവാത്മാവിന്റെ യഥാർത്ഥമായ സ്വാർത്ഥ താല്പര്യം എന്താണ്, സ്വന്തം കാര്യത്തിലും ക്ഷേമത്തിലും താല്പര്യമാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്ന, ഭൗതിക ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും. പക്ഷെ നമുക്ക് എങ്ങനെയാ ഉണ്ടാവേണ്ടത്, ഭഗവാൻ കൃഷ്ണനിലാണ് നമുക്ക് താല്പര്യം ഉണ്ടാവേണ്ടത്. ഭഗവാൻ കൃഷ്ണനിൽ താല്പര്യം ഉണ്ടെങ്കിൽ എന്താണ്, നമ്മളെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്, ഭഗവാനാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോ നമ്മളിലുള്ള താല്പര്യങ്ങൾ കുറയുമ്പോ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, ഭഗവാനിലുള്ള ആകർഷണം കൂടും. അപ്പൊ ഭഗവാനിന് വേണ്ടിയിട്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. നമുക്ക് വിരക്തി ഉണ്ടാവേണ്ടത് നമ്മളുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും വിരക്തിയും ഭഗവാനിൽ നമുക്ക് എന്തുണ്ടാവണം, ആസക്തി ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, ഭൗതിക ക്ലേശങ്ങളൊക്കെ മാറിയിട്ട് നമ്മൾ എവിടേക്ക് പോകുന്നുള്ളൂ, ഭഗവത് പാദത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കുന്നുള്ളൂ. ഭഗവാൻ വെച്ച കൃഷ്ണൻ എന്താണ്, കേശി എന്ന അസുരനെ വധിച്ചവനാണ്. അസുരങ്ങളായ സംശയങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ പറയാണല്ലേ, അർജുനന്റെ അസുരങ്ങളായ സംശയങ്ങൾ, അർജുനന്റെ കുറെ സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ മുഴുവനും ഭഗവാൻ ഓരോന്നോരോന്നായിട്ട് തീർത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അർജുനന്റെ അനുകമ്പയുടെ ലക്ഷണങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞതൊന്ന് ചാർട്ടാക്കിയിരിക്കുകയാണ്. അർജുനന്റെ ശരീരഭാഗങ്ങളിലെ അംഗങ്ങൾ തളരുന്നു, മുഖം വരളുന്നു, ശരീരം വിറയ്ക്കുന്നു, രോമം മുഴുവൻ എന്താണ് എഴുന്നേറ്റ് നിൽക്കുന്ന പോലെ രോമാഞ്ചം ഉണ്ടാകുന്നു, കയ്യിലിരിക്കുന്ന ഗാണ്ഡീവം താഴെ വഴുതി വീഴുന്നു, തൊലി ചുട്ടു നീറുന്നു, കാലെങ്ങനെ സംഭവിക്കുന്ന വികാര വിക്ഷോഭത്താൽ ഉറച്ചു നിൽക്കാനായിട്ട് അർജുനന് സാധിക്കുന്നില്ല. ഹൃദയ ദൗർബല്യത്താൽ മനസ്സ് തന്നെ മറന്നു പോകുന്നു, മനസ്സ് ചുറ്റിക്കറങ്ങാ ചെയ്യുന്നത്. മനസ്സ് ഒരിടത്ത് പറഞ്ഞ പോലെ നിൽക്കാൻ പറ്റുന്നില്ല. എമ്പാടും ദൗർഭാഗ്യ ലക്ഷണങ്ങളാണ് ആര് കാണുന്നത്, അർജുനൻ കാണുന്നത് എന്ന് അർജുനൻ ഭഗവാന്റെ അടുത്ത് പറയാണ്. പിന്നെ അടുത്ത് പറയണത്, അർജുനൻ ബന്ധുക്കളെ കൊന്ന് രാജ്യം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ അപ്പൊ അർജുനന് പറഞ്ഞ് യുദ്ധം ചെയ്യാനാണല്ലോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ. അപ്പൊ അർജുനനാണെങ്കിലോ യുദ്ധം ചെയ്യാണ്ടിരിക്കാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അർജുനന് ഒരു കാരണം പറയുന്നത് എന്തൊക്കെയാണ്, നച്ചാ ശ്രേയോന് പശ്യാമി ഹത്വാ സ്വജനമാഹവേ ന കാംക്ഷേ വിജയം കൃഷ്ണ നച്ചാ രാജ്യം സുഖാനിച്ച. അർജുനൻ പറയണെന്ന് ബന്ധുക്കളെ കൊന്ന് രാജ്യം ആസ്വദിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അർജുനന് ബന്ധുക്കളെ കൊന്നിട്ട് രാജ്യം കിട്ടിക്കഴിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ, ജയിച്ചു എന്ന് കാണാൻ പോലും ഒരാളില്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയിട്ട് ഈ രാജ്യം കിട്ടിയിട്ട് എന്താ കാര്യം എന്നാണ് അർജുനൻ ചോദിക്കുന്നത് ഭഗവാന്റെ അടുത്ത്. നമ്മൾ വിജയിച്ചു എന്ന് നമുക്ക് അറിയണമെങ്കിൽ എന്ത് വേണം, അത് കാണാൻ ആളുകൾ വേണം, അല്ലെ, കാണികൾ വേണം. എന്നാൽ മാത്രമേ നമ്മളൊരു കാര്യത്തിൽ വിജയിച്ചു എന്ന് മനസ്സിലാവുള്ളൂ. കാണാൻ ഒരാളും ഇല്ലെങ്കിൽ അവരൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ വിജയം എന്ന് പറഞ്ഞൊരു വാക്കിന് അർത്ഥം ഉണ്ടോ അവിടെ, ഇല്ല. അപ്പൊ അർജുനൻ അത് ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആ ബന്ധുക്കളെ കൊന്നിട്ട് രാജ്യം ആസ്വദിക്കാനായിട്ട് ആരാഗ്രഹിക്കുന്നില്ല, അർജുനൻ ആഗ്രഹിക്കുന്നില്ല ഒരിക്കലും. കൃഷ്ണന്റെ നിർദ്ദേശം അനുസരിച്ച് യുദ്ധക്കളത്തില് വീണ് മരിക്കുന്നവര്, ലൗകിക ജീവിതം ത്യജിച്ച് ആധ്യാത്മിക സംസ്കാരത്തിന് സ്വയം സമർപ്പിച്ചവര്. അപ്പൊ രണ്ടു തരത്തിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ യുദ്ധത്തില് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പൊ ഭഗവാന്റെ ഇതനുസരിച്ച് യുദ്ധത്തിൽ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് നേരെ എവിടേക്ക് പോകാൻ പറ്റും, ഭഗവത് ലോകത്തിലേക്ക് പോവാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ
ലൗകിക ജീവിതം ത്യജിച്ച് ആധ്യാത്മിക സംസ്കാരത്തെ സ്വയം സമർപ്പിച്ചവനും എങ്ങോട്ട് പോകാൻ പറ്റും? ഭഗവത് ധാമത്തിലേക്ക് പോവാനായിട്ട് സാധിക്കും. ധാർമ്മിക നിയമങ്ങൾ മറന്നു ജീവിക്കുകയാണെങ്കിലോ അവിടേക്ക് പോവാനായിട്ട് നമുക്ക് സാധിക്കില്ല. പിന്നെ അർജുനൻ ആരാണ്? ക്ഷത്രിയനാണ്. ക്ഷത്രിയൻ എന്ന് വെച്ചാൽ എന്താണ്? ശാരീരിക ബന്ധങ്ങളെക്കാൾ ശാരീരിക ബന്ധങ്ങളാൽ ആകൃഷ്ടരാവുകയും അങ്ങനെ സന്തോഷിക്കാമെന്ന് ജീവജാലങ്ങളെ പറ്റി പറയുകയാണല്ലോ ഇവിടെ. ജീവജാലങ്ങൾ എന്ന് പറയുന്ന ശാരീരിക ബന്ധങ്ങളാൽ ആകൃഷ്ടരാവുകയും അങ്ങനെ സന്തോഷിക്കാമെന്ന് ആശിക്കുകയും ചെയ്യുന്നു. ജീവാത്മാവിന്റെ ആഗ്രഹം എന്താണ്? ജീവാത്മാവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഭൗതിക ബന്ധനാണല്ലേ, നമുക്ക് നമ്മളെ ബന്ധത്തിൽ നമ്മൾ ആകൃഷ്ടരായിക്കൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷം നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. നമ്മളെ വിചാരം എന്തുണ്ട്? നമ്മളെ അച്ഛനാണ്, നമ്മളെ അമ്മയാണ്, നമ്മളെ കൂടപ്പിറപ്പുകളാണ്, നമ്മളെ ഗുരുവാണ്, നമ്മളെ സഹോദരങ്ങൾ, ഇവരൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ആ ശാരീരിക ബോധത്തിലാണ് അർജുനൻ നിൽക്കുന്നത് ഇപ്പോ. അപ്പൊ അർജുനൻ ചിന്തിക്കുന്നത് അവർക്ക് വിഷമം ഉണ്ടാവുമ്പോ നമുക്ക് പ്രയാസം ഉണ്ടാവണു, അവർക്ക് സന്തോഷം ഉണ്ടാവുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ഇമ്പോർട്ടൻസ് കൊടുക്കണം. എന്തുകൊണ്ടാണ്? ഇപ്പൊ അത് ശാരീരിക ബന്ധത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആരോടാണ്? അങ്ങനെ മാത്രമേ നമ്മൾ സന്തോഷം ഉണ്ടാവുള്ളൂ എന്ന് അർജുനൻ വിചാരിക്കുകയാണ്. അപ്പൊ ബന്ധുക്കളെ കൊന്നിട്ട് നമുക്ക് സന്തോഷം കിട്ടുന്നില്ല, പിന്നെ ജീവിതത്തിൽ നമുക്ക് സുഖിക്കാനും കഴിയുന്നില്ല. കാരണം യുദ്ധത്തിന് ഒരുങ്ങുന്നില്ല. വിശപ്പ് തോന്നാത്ത ഒരാൾ ഭക്ഷണം പാകം ചെയ്യാൻ ഇഷ്ടപ്പെടാത്തതുപോലെ കാട്ടിൽ ഏകാന്ത ജീവിതം നയിക്കാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. കാരണം ഇതൊക്കെ ചെയ്ത് നമ്മള് യുദ്ധത്തില് എന്താ പറയാ അവരെ തോൽപ്പിച്ച് രാജ്യം കിട്ടിയിട്ട് നമുക്കൊരു കാര്യമില്ല. അപ്പൊ അതിന് നല്ലത് നമുക്ക് എന്താണ്? യുദ്ധം ചെയ്യാണ്ട് നമുക്ക് കാട്ടിൽ പോയിട്ട് ഒരു ഏകാന്ത ജീവിതം നയിക്കാന്നാണ് അർജുനൻ വിചാരിക്കുന്നത്. കാരണം അർജുനന്റെ എന്താണ്? ശാരീരിക ബോധത്തിൽ നിന്നിട്ടാണ് അർജുനൻ ഇതൊക്കെ സംസാരിക്കുന്നത് അല്ലെ. കാരണം അർജുനൻ അറിയണില്ല. ഇപ്പൊ അർജുനൻ ഒന്നും ചിന്തിക്കുന്നില്ല. അർജുനൻ ബന്ധുക്കളെ സുഹൃത്തുക്കളെ പറ്റി മാത്രമാണ് ആലോചിക്കുന്നത്. ഇനി അടുത്തത് പറയുന്നത്, അർജുനൻ ത്രൈലോക്യമാകെ നേടാമെന്ന് വന്നാലും യുദ്ധം ചെയ്യാൻ തയ്യാറല്ല. അർജുനൻ പറയണ ഈ 3 ലോകം എനിക്ക് തരാന്ന് പറഞ്ഞാലും യുദ്ധം ചെയ്യാനായിട്ട് ഞാൻ തയ്യാറല്ല. അർജുനൻ ഒരിക്കലും യുദ്ധം ചെയ്യാനായിട്ട് ആഗ്രഹമില്ല. അപ്പൊ 3 ലോകം തരാന്ന് പറഞ്ഞാലും എനിക്ക് യുദ്ധം ചെയ്യണ്ടെന്നാണ് അർജുനൻ പറയുന്നത്. ഗോവിന്ദൻ ഗോക്കളെയും ഇന്ദ്രിയങ്ങൾക്കും ആനന്ദം പ്രദാനം ചെയ്യുന്ന തന്റെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട്. അപ്പൊ ഗോവിന്ദൻ വെച്ചാൽ എന്താണ്? ഗോക്കൾക്കും ഇന്ദ്രിയങ്ങൾക്കും ആനന്ദം പ്രദാനം ചെയ്യുന്നവനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗോവിന്ദൻ എന്ന് പറയുന്നത്. ഗോവിന്ദൻ നമ്മുടെ ഇന്ദ്രിയ സംതൃപ്തിക്കല്ല എങ്കിലും ഗോവിന്ദന്റെ ഇന്ദ്രിയ സന്ദർപ്പണത്തിന് ശ്രമിക്കുന്നതാകയാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ സ്വാഭാവികമായി തൃപ്തി അടഞ്ഞുകൊള്ളും. അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങളെ സംതൃപ്തിക്ക് വേണ്ടി, നമ്മളെ ഇന്ദ്രിയങ്ങളെ സംരക്ഷിക്കാനും സംതൃപ്തിക്കും വേണ്ടിയിട്ടല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഭഗവാന്റെ ഇന്ദ്രിയ സന്ദർപ്പണത്തിനായിരിക്കണം നമ്മൾ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്? നമ്മളെ ഇന്ദ്രിയങ്ങൾ സ്വാഭാവികമായിട്ട് തന്നെ എന്ത് പറ്റും? പരിശുദ്ധീകരിക്കപ്പെടുന്നു. മധുസൂദനൻ, മധു എന്ന അസുരനെ ഹനിച്ചവൻ അർജുനന്റെ അസുരങ്ങളായ സംശയങ്ങളെ നശിപ്പിക്കുക. അതായത് മധു എന്ന അസുരനെ ഹനിച്ചത് കൊണ്ട് ഭഗവാന്റെ നാമം എന്തുണ്ട്? മധുസൂദനൻ എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ അർജുനന്റെ അസുരങ്ങളായ സംശയങ്ങളാണ് അർജുനന്റെ സംശയങ്ങൾ. ആ സംശയങ്ങളെ നശിപ്പിക്കാനായിട്ട് ഭഗവാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ നമ്മൾ എന്തുകൂടി പറയുന്നു? മധുസൂദനൻ എന്നുകൂടി വിളിക്കുന്നു. എല്ലാവരും തങ്ങളുടെ ഇന്ദ്രിയ സംതൃപ്തിയാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ എല്ലാവരും എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മുടെ സ്വന്തം ഇന്ദ്രിയങ്ങളുടെ സംതൃപ്തിയാണ് ആഗ്രഹിക്കുന്നത്. ഭഗവാന്റെ ഇന്ദ്രിയ സംതൃപ്തി ആരും നോക്കുന്നില്ലല്ലേ. ഭഗവാന്റെ ഇന്ദ്രിയ സംതൃപ്തി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് സാധിക്കുന്നത്? നമ്മളുടെ ഇന്ദ്രിയങ്ങള് പരിപൂർണമാവുള്ളൂ. അതിന് എന്ത് സംഭവിക്കുന്നുള്ളൂ? പരിശുദ്ധീകരിക്കപ്പെടുന്നുള്ളൂ. പക്ഷെ എല്ലാവരും എന്താ ചെയ്യുന്നത്? സ്വന്തം ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ്? നമുക്ക് സംതൃപ്തി ഉണ്ടാവണമെങ്കിൽ നമുക്ക് സംതൃപ്തി ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ സംതൃപ്തിപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഗോവിന്ദ കൃപയാൽ ആഗ്രഹങ്ങളല്ല. അപ്പോ നമ്മൾ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി തരും. ആര്? ഭഗവാൻ. അവരാഗ്രഹിക്കുന്ന തോതിലല്ല, അർഹിക്കുന്ന തോതിൽ. പക്ഷെ അത് എങ്ങനെയാണ് തരുന്നത്? ജീവാത്മാക്കളായി നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയല്ല നമുക്ക് കിട്ടാൻ. നമുക്ക് ഓരോരുത്തർക്കും എത്രയാണോ അർഹതയുള്ളത് അതാണ് ആര് തരുന്നത്? ഭഗവാൻ തരുന്നത്. അപ്പൊ നമുക്ക് എത്ര യോഗ്യതയുണ്ടോ അത്രയും നമുക്ക് ഭഗവാൻ തരും. അതാണ് നമ്മൾ എടുത്തു പറയുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയല്ല, നമുക്ക് എത്രയാണോ നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഉള്ളത്, നമുക്ക് എത്രയാണ് അതിന്റെ യോഗ്യത ഉള്ളത് അത്രയും ഭഗവാൻ നമുക്കായിട്ട് തരുന്നു. അർജുനന്റെ ഭൗതിക ജീവിതത്തിലെ കണക്കുകൂട്ടൽ എന്താണ്? തന്റെ ഐശ്വര്യത്തിൽ പങ്കുകൊള്ളാൻ ബന്ധക്കാരും ഉണ്ടാവില്ല. ത്രൈലോക്യമാകെ നേടാമെന്ന് വന്നാലും യുദ്ധം ചെയ്യാൻ തയ്യാറല്ല. അർജുനൻ ഇപ്പൊ ഫുള്ള് ഭൗതിക ലോകത്താണ് നിൽക്കുന്നത്. അപ്പൊ അർജുനൻ പറയാണ്, ഇത് യുദ്ധത്തില് വിജയിച്ചു കഴിഞ്ഞാല് തന്റെ വിജയം കാണാനായിട്ട് ആരുണ്ടാവില്ല? ബന്ധുക്കൾ ആരും ഉണ്ടാവില്ല. ഈ 3 ലോകം തരാന്ന് പറഞ്ഞാല് ശരി, യുദ്ധം ചെയ്യാൻ ഞാനില്ല എന്നാണ് അർജുനൻ ഭഗവാന്റെ അടുത്ത് പറയാണ്.
ആധ്യാത്മിക ജീവിതത്തില് ഭഗവാൻ കൃഷ്ണൻ സർവ്വവിധങ്ങളായ ഐശ്വര്യങ്ങളും ഈശ്വരേച്ഛയാൽ ഭഗവത് സേവനത്തിനായി സ്വീകരിക്കുന്നു. ഭഗവാന്റെ ഇച്ഛയില്ലെങ്കിൽ ഒന്നും സ്വീകരിച്ചുകൂടതാനും. അർജുനൻ കൃഷ്ണഭക്തനായതിനാൽ അപരാധികളോട് തെറ്റുകൾ പൊറുത്തു. തന്നോട് ചെയ്യുന്ന തെറ്റുകൾക്ക് മാപ്പ് കൊടുത്താലും സ്വഭക്തന്മാരോട് ചെയ്യുന്ന ദ്രോഹം ഭഗവാൻ ഒരിക്കലും പൊറുക്കില്ല. ഭഗവാൻ അവരെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്നവനാണ് ആര്? ഭഗവാൻ. ഭക്തന് വേണ്ടിയിട്ട് ഭഗവാൻ എന്തും ചെയ്യും. അപ്പൊ ഭഗവാനോട് എന്തെങ്കിലും തെറ്റ് ചെയ്താലും ഭഗവാൻ അത് പൊറുക്കും. പക്ഷേ ഭഗവാന്റെ ഭക്തന്മാരോട് എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ അതെന്താണ്? അതൊരിക്കലും ഭഗവാൻ പൊറുക്കില്ല. അവരെ കൊല്ലാൻ തന്നെ ഭഗവാൻ തീരുമാനിക്കും. അപ്പൊ ഇനി പറയാണ്. ഇപ്പൊ അർജുനൻ പറഞ്ഞെന്താണ്? ഇവരൊക്കെ കൊന്നു കഴിഞ്ഞാൽ ശാപം തട്ടും, അതുകൊണ്ട് ഈ യുദ്ധത്തിന് നിൽക്കണ്ടെന്നാണ് അർജുനൻ ഭഗവാന്റെ അടുത്ത് പറയുന്നത്. എനിക്ക് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല, കാരണം ഇവരൊക്കെ കൊന്നു കഴിഞ്ഞാൽ പാപം കിട്ടും, ആ പാപം നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ അതിന് ചെയ്യാനായിട്ട് താല്പര്യമില്ല എന്നാണ് അർജുനൻ ഭഗവാന്റെ അടുത്ത് പറയുന്നത്. അപ്പൊ എന്താ പറയുന്നത്? അടുത്ത 36-ാമത്തെ ശ്ലോകത്തിലോട്ട് പറയാണ്. അതായത് ഇനി ആരെയൊക്കെ കൊന്നു കഴിഞ്ഞാൽ പാപം കിട്ടില്ല എന്നുള്ളത് അർജുനന്റെ അടുത്ത് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഇതില് കുറെ പേരെ കൊന്നു കഴിഞ്ഞാൽ പല തരത്തിലുള്ള ആളുകൾ ഉണ്ടല്ലേ. അപ്പൊ അതില് കുറച്ച് ഒരു ഗ്രൂപ്പ് പറയുന്നുണ്ട്, ആ ഗ്രൂപ്പിലുള്ളവരെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പാപം ഉണ്ടാവില്ല. കാരണം അവർ അങ്ങനത്തെ പ്രവർത്തികൾ ചെയ്തിരിക്കുന്നവരാണ്. അവർ ഓട്ടോമാറ്റിക്കലി അങ്ങനത്തെ പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാല് അവരെ കൊന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവുന്നില്ല? പാപം ഉണ്ടാവില്ല. അത് ആരൊക്കെയാണ് പറഞ്ഞത്? ഒന്ന് വിഷം കൊടുക്കുന്നവർ, അന്യർക്ക് നമ്മളൊരാളെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിക്കുക, വീടിന് തീ വെക്കുക, മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിക്കുന്നവൻ, സ്വത്ത് കൊള്ളയടിക്കുന്നവൻ, ഭൂമി കൈയേറുന്നവൻ, അന്യന്റെ ഭാര്യയെ അപഹരിക്കുന്നവൻ. അപ്പൊ എന്താ പറഞ്ഞത്? ഈ പറഞ്ഞ 6 കാര്യങ്ങൾ പറയാണ്. ഒന്ന്, വിഷം കൊടുക്കുന്നവര്, വീടിന് തീ വെക്കുന്നവര്, മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിക്കുന്നവൻ, സ്വത്ത് കൊള്ളയടിക്കുക, ഭൂമി കൈയേറുന്നവൻ, അന്യന്റെ ഭാര്യയെ അപഹരിക്കുന്നവൻ. ഈ 6 കൂട്ടര് എന്താണ്? അക്രമികളാണ്. ഈ 6 കൂട്ടരെ വധിച്ചു കഴിഞ്ഞാല് നമുക്ക് അവിടെ എന്ത് കിട്ടുന്നില്ല? പാപം കിട്ടുന്നില്ല. കാരണം ഇവര് സമൂഹത്തിന് തന്നെ ദോഷം ഉണ്ടാക്കുന്നവരാണ്. അതുകൊണ്ട് ഈ 6 പേരെ വധിക്കുന്നത് കൊണ്ട് നമുക്ക് പാപം ഇല്ല എന്ന് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുകയാണ്. കൗരവർ ഈ 6 അക്രമങ്ങളും പാണ്ഡവരുടെ അടുത്ത് ചെയ്തതിനാൽ അവരെ വധിക്കുന്നതിൽ പാപമില്ല. അപ്പൊ ഈ 6 പ്രവൃത്തി ആര് ചെയ്തിട്ടുണ്ട്? കൗരവർ ചെയ്തിട്ടുണ്ട്. അത് കാരണം കൊണ്ട് അവരെ വധിക്കുന്നതുകൊണ്ട് ഒരു തെറ്റില്ല എന്നാണ് അർജുനന്റെ അടുത്ത് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അർജുനൻ ഭഗവാനെ മാധവൻ എന്നാണ് ഇവിടെ വിളിച്ചിരിക്കുന്നത്. മാധവൻ എന്ന് വെച്ചാൽ ആരാണ്? ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടു, ഭാഗ്യദേവതയുടെ നാഥനായ കൃഷ്ണൻ. നിർഭാഗ്യത്തിൽ കലാശിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യാൻ തന്നെ പ്രേരിപ്പിക്കരുതെന്ന് അർജുനൻ കൃഷ്ണനോട് വ്യക്തമാക്കി. എന്നാൽ കൃഷ്ണൻ തന്റെ ഭക്തന്മാരെ എന്നല്ല ആരെയും വിപത്തിലേക്ക് ഒരിക്കലും നയിക്കാറില്ല. അപ്പൊ അർജുനൻ ഭഗവാനോട് പറയാണ്, എന്നെ എന്ത് ചെയ്യാന്ന് പറയുന്നത്? നിർഭാഗ്യത്തിൽ കലാശിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യാൻ എന്നോട് നിർബന്ധിക്കല്ലേ എന്നാ പറയുന്നത് അർജുനൻ. കാരണം എനിക്ക് ചെയ്യാൻ വയ്യ എന്നാണ് അർജുനൻ തീർത്ത് പറയുന്നത്. കാരണം അങ്ങനത്തെ പ്രവൃത്തികൾ ചെയ്ത് അവരുടെ പാപം നിൽക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും, നിർഭാഗ്യം ഉണ്ടാവണ പ്രവൃത്തികളൊന്നും ചെയ്യാൻ എന്നെ നിർബന്ധിക്കല്ലേ. പക്ഷെ ഭഗവാൻ എങ്ങനെയാണ്? ഭക്തന്മാരെന്നല്ല ഒരാളെയും, ഭഗവാൻ എപ്പോഴും എന്താണ്? എല്ലാവരുടെയും അഭ്യുതകാംക്ഷിയാണ് ഭഗവാൻ. ഭഗവാൻ എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇതൊക്കെ തന്നെ നമ്മളെ കൊണ്ട് ഓരോന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അല്ലാണ്ട് ഭഗവാൻ എന്തിനെങ്കിലും ആവശ്യമുണ്ടോ? നമ്മളിപ്പോ ഭോഗ് ഓഫർ ചെയ്യണോ, ഭഗവാൻ ആരതി ചെയ്യണോ, എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഭഗവാൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും നമ്മൾക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇതൊക്കെ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? നമ്മള് ഭഗവാന്റെ ലോകത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്, നമ്മളെ പരിശുദ്ധരാക്കിയിട്ട്, നമ്മളെ ജീവാത്മാവിനെ പരിശുദ്ധനാക്കിയിട്ട് വേണം ഭഗവാനെ തിരിച്ചു കൊണ്ടുപോകാൻ. അതിനു വേണ്ടിയിട്ടാണ് സത്യം പറയുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് ഭഗവാൻ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് തന്നെ. അപ്പൊ പിന്നെന്താ പറയണത്? അർജുനൻ കുലക്ഷയം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. പിന്നെ അടുത്ത പോയിന്റ് അർജുനൻ പറയാണ്, കുലക്ഷയം സംഭവിക്കുന്ന പറഞ്ഞു. കാരണം ഇവരൊക്കെ വധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പറഞ്ഞ, നമ്മുടെ കുലം തന്നെ നശിച്ചു പോകുന്നാണ് അർജുനൻ ചിന്തിക്കുന്നത്. ലോഭാവേശം കൊണ്ട് എതിർ സൈന്യം ഹിംസയിൽ ദോഷം കാണുന്നില്ല എന്ന് അർജുനൻ മനസ്സിലാക്കുന്നു. കാരണം അവരെന്താണ്? എതിർ സൈന്യം, ദുര്യോധനന്റെ സൈന്യത്തിന് എന്താണ്? അവര് യുദ്ധം ചെയ്യുന്നത് എന്തിനാണ്? അവർക്ക് ആ രാജ്യം മുഴുവൻ പിടിക്കാൻ വേണ്ടിയിട്ട്, ഇവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനത്തെ ഒരു അത്യാഗ്രഹം കൊണ്ട് ചെയ്യണ കൊണ്ട് അവര് എന്ത് കാണുന്നില്ല? ആ യുദ്ധത്തില് ഒരിക്കലും അവര് ഹിംസയില് ദോഷം കാണുന്നില്ല. പക്ഷെ അർജുനൻ എങ്ങനെയാണ്? അല്ല, അർജുനൻ ഈ യുദ്ധത്തിന്റെ ഫലം മനസ്സിലാക്കുന്നു. അതിന്റെ ഫലം എങ്ങനെയാണ്? പാപകർമ്മങ്ങളിൽ നിന്ന് വ്യാപൃതരായിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കുന്നു. എതിർകക്ഷി ചൂതാട്ടത്തിനോ യുദ്ധത്തിനോ ക്ഷണിച്ചാൽ ക്ഷത്രിയൻ ഒഴിഞ്ഞു മാറരുതെന്നാണ് ചട്ടം. വെല്ലുവിളിയുടെ ദുഷ്ഫലങ്ങളെ പറ്റി മറ്റു കക്ഷികൾ പൂർണ്ണമായി ഗ്രഹിച്ചിരിക്കില്ലെന്ന് അർജുനൻ വിചാരിക്കുന്നു. അങ്ങനെ യുദ്ധം ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുന്നു. അപ്പോ അർജുനന് മനസ്സിലാവണ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ എന്താണ്? വീട്ടിലെ മുതിർന്നവരൊക്കെ യുദ്ധത്തിന് പോയിട്ടുണ്ടാവും അല്ലെ. ഒന്നില്ലെങ്കിൽ അച്ഛനുണ്ടാവും,
ഉണ്ടാവും, മകൻ ഉണ്ടാവും. അപ്പൊ ഇവരൊക്കെ പോകുമ്പോ യുദ്ധത്തിൽ മരിച്ചു കഴിഞ്ഞാൽ ആ വീട് അനാഥനാവാണ് ചെയ്യുന്നത്. അപ്പൊ ആ വീട്ടിന് ക്ഷയം സംഭവിക്കുക ചെയ്യണം. അപ്പൊ അങ്ങനത്തെ പാപങ്ങൾ ആർക്ക് ഏൽക്കേണ്ടി വരും? അർജുനൻ ഏൽക്കേണ്ടി വരും. അപ്പൊ അർജുനൻ ഒരിക്കലും അതൊന്നും ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പിന്നെ അതേപോലെ തന്നെ എന്താ പറയണത്, അർജുനൻ വിചാരിക്കാണ് വെല്ലുവിളിയുടെ ദുഷ്ഫലങ്ങളെ പറ്റി മറ്റു കക്ഷികൾ പൂർണ്ണമായി ഗ്രഹിക്കുകയില്ലെന്ന് അർജുനൻ മനസ്സിലായി. കാരണം അവർക്ക് അവരായ ലാഭം മാത്രമാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താണ്, ക്ഷത്രിയനായി കഴിഞ്ഞ പക്ഷെ എന്താണ്, ഇങ്ങനെ യുദ്ധത്തിനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ ക്ഷണം നിരസിക്കാനും പാടില്ല. അങ്ങനെ ഒരു ചട്ടമുണ്ട്. അപ്പൊ എല്ലാം കൂടിയിട്ട് അർജുനൻ ആകെ കൺഫ്യൂഷൻ സ്റ്റേജിലാണ് അർജുനൻ നിൽക്കുന്നത്. അപ്പൊ കുലവംശം നശിക്കുന്നതോടുകൂടി കുലധർമ്മങ്ങൾ നശിക്കും. പിന്നെന്താണ്, അധാർമിക കൃത്യങ്ങള് കൂടുകയും ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോ മൊത്തത്തിൽ അത് നശിച്ചു പോകുക ചെയ്യുന്നത്. പിന്നെന്താ, വർണ്ണാശ്രമ വ്യവസ്ഥ പറയുന്നുണ്ട്. തല മുതിർന്നവരുടെ ചുമതല ജനനം മുതൽ മരണം വരെ തുടരുന്ന ശുദ്ധീകരണ പ്രക്രിയകൾ നടക്കാതെ വരും. അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ജനനം മുതൽ മരണം വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുദ്ധീകരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കാതെ വരും. എന്താണ്, മുതിർന്നവരൊക്കെ മരിച്ചുപോയി കഴിഞ്ഞാൽ. മൃതി അടഞ്ഞാൽ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള കുടുംബാചാരങ്ങൾ, അപ്പൊ അതിന് നമ്മൾ കുടുംബത്തിൽ ചെയ്യുന്ന കുറെ ആചാരങ്ങൾ ഉണ്ടല്ലോ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ. അപ്പൊ അതൊന്നും ചെയ്യാനായിട്ട് ആളില്ലാണ്ടാവുമ്പോ എന്ത് ചെയ്യും, അതൊക്കെ നിർത്തേണ്ടി വരും. അപ്പൊ എന്താ, ഇളം തലമുറക്കാർ അധാർമിക സ്വഭാവം കൈക്കൊള്ളും. പിന്നെ അവരെ കൺട്രോൾ ചെയ്യാൻ ആളുണ്ടാവില്ല. വീട്ടിലുള്ള അച്ഛന്മാരെല്ലാവരും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്താണ്, വളർന്നു വരുന്ന കുട്ടികളെ കൺട്രോൾ ചെയ്യാനായിട്ട് ആളില്ലാണ്ടാവുമ്പോ അവരുടെ സ്വഭാവം എന്തായി മാറും? അവര് അധാർമിക രീതിയിൽ അവരുടെ സ്വഭാവം തോന്നിയ പോലെ ആയി മാറും. ആത്മീയ മുക്തിക്കുള്ള അവസരം നഷ്ടപ്പെടും. അപ്പൊ അവർക്ക് ഈ കുലക്ഷയം എന്താ പറയണത്, നമ്മൾ ഈ ബലികളും കുടുംബാചാരങ്ങളൊക്കെ ചെയ്യാണ്ട് വന്നു കഴിഞ്ഞാൽ മുക്തിക്കുള്ള അവസരങ്ങളും അവർക്ക് നഷ്ടപ്പെടും. അപ്പൊ ഇതൊക്കെയാണ് അർജുനന്റെ പ്രയാസങ്ങൾ പറയാണ്. പിന്നെ നമ്മള് 16 ഷോഡശ സംസ്കാരങ്ങൾ പറയണം. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയിൻ ആയിട്ട് 40 എണ്ണം ഉണ്ട്. അതിൽ 16 എണ്ണമാണ് മെയിൻ ആയിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ ഗർഭാധാനം പറഞ്ഞു, ഗർഭധാരണത്തിന് മുമ്പുള്ളത്. പിന്നെ പുംസവനം, ഗർഭത്തിന്റെ 3-ാം മാസം. സീമന്തം, കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് അമ്മയുടെ സംരക്ഷണത്തിന് മുന്നേ. പിന്നെ ജാതകർമ്മം, കുട്ടിയുടെ ബുദ്ധി വികാസനത്തിന് ജാതകർമ്മം നടത്തും. പിന്നെ നാമകരണം, പേരുവിളി ഉണ്ടാവും, പേരിടൽ ചടങ്ങ് ഉണ്ടാവും. നിഷ്ക്രമണം, കുട്ടി ആദ്യമായിട്ട് വീടിന് പുറത്ത് കൊണ്ടുപോകണമെന്ന് പറയുന്നത് നിഷ്ക്രമണം. പിന്നെ അന്നപ്രശ്നം, ആദ്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്നു. ചുടാകരണം, ആദ്യമായി മുടി മുറിക്കുന്നു. കർണവേദം, ചെവി കമ്മലിടാൻ വേണ്ടിയിട്ട് ചെവി ഓട്ടം ഉണ്ടാക്കണം. വിദ്യാരംഭം, ആദ്യമായിട്ട് എഴുതാൻ പഠിപ്പിക്കുന്നു. ഉപനയനം, ആദ്യമായിട്ട് പൂനൂല് ധരിക്കുക. പിന്നെ പ്രൈശർത്ഥം, ഓരോ വർഷവും പഠനത്തിനും ശേഷവും മുമ്പും പ്രൈശർത്ഥം. അത് കഴിഞ്ഞിട്ട് കേശന്തം, ആൺകുട്ടിയാണെങ്കിൽ ആദ്യം ഷേവ് ചെയ്യുന്നത്, പെൺകുട്ടിയാണെങ്കിൽ ആദ്യത്തെ ആർത്തവ ചക്രം. പിന്നെ വന്നിട്ട് സമവർത്തനം, വിദ്യാർത്ഥി ജീവിതത്തിന്റെ അവസാനം. ലാസ്റ്റ് പിന്നെ വന്നിട്ട് വിവാഹം. അത് കഴിഞ്ഞിട്ട് അന്ത്യേഷ്ടി, അന്ത്യ സംസ്കാര ക്രിയകൾ നടത്തുക. അപ്പൊ ഇതാണ് ഒരു നമ്മൾ പറയുന്നത്, നമ്മളുടെ ഒരു സംസ്കാരത്തിൽ വരുന്ന 16 പ്രധാനപ്പെട്ട 16 സംസ്കാരങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതൊന്നും ചെയ്യാനായിട്ട് ഇതൊക്കെ നടക്കില്ല. ഇതൊക്കെ നടന്നില്ലെങ്കിൽ എന്താണ്, നമുക്ക് അതിന്റെ ദോഷങ്ങൾ ഉണ്ടാവുന്നൊക്കെയാണ് അർജുനൻ ചിന്തിക്കുന്നത്. പിന്നെ വന്നിട്ട് അർജുനന്റെ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും നാശം കാണും. അർജുനൻ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും നാശം കാണുന്നു. വർണ്ണാശ്രമ വ്യവസ്ഥയിൽ ശാന്തി, അഭിവൃദ്ധി, ആധ്യാത്മിക ജീവിതത്തിലെ പുരോഗതി വർണ്ണാശ്രമ ജനസമൂഹത്തിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ എന്താ പറഞ്ഞ, തലമുതിർന്നവരുടെ ചുമതല. അപ്പൊ തലമുതിർന്നവരൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ ജനനം മുതൽ മരണം വരെ തുടർന്ന ശുദ്ധീകരണ പ്രക്രിയകൾ നടത്താനായിട്ട് ആളില്ലാണ്ടാവും. മൃതി അടഞ്ഞാൽ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള കുടുംബാചാരങ്ങൾ നിലച്ചേക്കാം. ഇളം തലമുറക്കാർ അധാർമിക സ്വഭാവം കൈക്കൊള്ളും. ആത്മീയ മുക്തിക്കുള്ള അവസരം നഷ്ടപ്പെടും. കാരണം വീട്ടിലുള്ള മുതിർന്നവർ മരിച്ചു കഴിഞ്ഞാൽ കുട്ടികളൊന്നും കൺട്രോൾ ചെയ്യാൻ ആളുണ്ടാവില്ല. അപ്പൊ എന്താണ്, അധർമ്മം വളരും. അപ്പൊ പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, നമ്മൾ ബലികർമ്മങ്ങളൊന്നും ചെയ്യാതിരിക്കുമ്പോ അവർക്ക് മുക്തിക്കുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ യുദ്ധവും പകർച്ചവ്യാധിയും അടിക്കടി ക്ഷയിപ്പിക്കാൻ തുടങ്ങും. പിന്നെ യുദ്ധം പകർച്ചവ്യാധിക്ക് വന്നത് നമ്മളെ ക്ഷയിപ്പിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ തിരുത്തരവാദികളായ സാമൂഹ്യ നേതാക്കൾ സനാതന ധർമ്മ പാരമ്പര്യത്തെ തകർക്കും. അപ്പൊ വേണ്ടാത്ത കുട്ടികൾ ഉണ്ടാവും. വർണ്ണസങ്കര വ്യവസ്ഥ തെറ്റിപ്പോണം. പിന്നെ സ്ത്രീകൾ ദുഷിച്ചു പോകും. കാരണം അവരെ കൺട്രോൾ ചെയ്യാൻ ആളില്ലാണ്ടാവുമ്പോൾ എന്താ സംഭവിക്കുന്നത്, സ്ത്രീകൾ ദുഷിച്ചു പോകും. കുലങ്ങളില് അധർമ്മം മുന്നിട്ട് നിൽക്കും. അപ്പോ കുട്ടികളെയും സ്ത്രീകളെയും പ്രായം ചെന്നവർ രക്ഷിക്കേണ്ടതായിരിക്കുന്നു. നല്ല ജനസമൂഹം അതിലെ സ്ത്രീകളുടെ ചാരിത്രത്തെയും വിശ്വാസത്തെയും ആശ്രയിച്ച് നിലനിൽക്കും. അപ്പൊ നല്ലൊരു ജനസമൂഹം എന്ന് വെച്ചാൽ എന്താണ്, സ്ത്രീകളുടെ ചാരിത്രത്തെയും വിശ്വാസത്തെയും ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. പക്ഷെ വീട്ടിൽ മുതിർന്നവരില്ല എന്ന് വെച്ചാൽ എന്താ സംഭവിക്കുന്നത്, ഇതൊക്കെ പ്രോബ്ലം ആയിട്ട് വരും. ജീവിതം തന്നെ എങ്ങനെയായിട്ട് മാറും, നരകതുല്യമായിട്ട് മാറും. പിതൃക്കളെല്ലാം അധപതിച്ചു പോകും. പിന്നെ പാരമ്പര്യങ്ങൾ കളഞ്ഞു കുളിച്ച് കുടുംബങ്ങളിൽ മുഴുവൻ എന്ത് സംഭവിക്കും, പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോ
അർജുനൻ ഗുരുപരമ്പര വഴി ഇതറിഞ്ഞു. ഇതൊക്കെ അർജുനൻ എങ്ങനെ അറിയാം? ഗുരുപരമ്പര വഴി അറിയാം. കുലധർമ്മങ്ങൾ നശിപ്പിക്കുന്നവ എന്നും എവിടെ ജീവിക്കേണ്ടി വരും? നരകത്തില് ജീവിക്കേണ്ടി വരും എന്നാ പറയുന്നത്. കുലധർമ്മങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞാല് അവര് നരകത്തിലാണ് ജീവിക്കേണ്ടി വരിക. അപ്പൊ അർജുനൻ ചിന്തിക്കാണ്, അപ്പൊ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെ പോയിട്ട് ജീവിക്കേണ്ടി വരും? നരകത്തിൽ പോയിട്ട് ജീവിക്കേണ്ടി വരും. അപ്പൊ അത് കാരണം കൊണ്ട് അർജുനൻ ഇതൊന്നും ചെയ്യാനായിട്ട് അർജുനൻ ആഗ്രഹിക്കുന്നില്ല. കുലധർമ്മങ്ങൾ നശിപ്പിക്കുന്നവർ എന്നും നരകത്തില് ജീവിക്കേണ്ടി വരും. അപ്പൊ അതൊന്നും അർജുനൻ എന്ത് ചെയ്യുന്നില്ല? അർജുനൻ ഇതൊന്നും ചെയ്യാൻ അതുകൊണ്ട് താല്പര്യമില്ല. പിന്നെ ഭാഗവതത്തിൽ പറയുന്നുണ്ട് 11:41 മുകുന്ദന്റെ ചരണകമലങ്ങളിൽ അഭയം തേടിയവർക്ക് യാതൊരു കടപ്പാടുമില്ല. അപ്പൊ പിതൃക്കളെ അധപതിക്കും. നമ്മ പറഞ്ഞില്ലേ എന്ത് ചെയ്യണം? നമ്മൾ കുറെ കർമ്മങ്ങൾ, മരിച്ചു കഴിഞ്ഞാൽ കുറെ കർമ്മങ്ങളൊക്കെ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ കർമ്മങ്ങളൊക്കെ ചെന്നില്ലെങ്കിൽ പിതൃക്കൾക്ക് എന്താണ്? അവർ അധപതിച്ചു പോകുന്ന പറയുന്നത്. അപ്പൊ പക്ഷെ പറഞ്ഞ ഭഗവാന്റെ ചരണ കമലങ്ങളിലാണ് അഭയം തേടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല എന്നാണ് പറയുന്നത്. പിന്നെന്താ പറയണത്? ഇനി സമൂഹത്തിന്റെ നാശം. തലമുതിർന്നവരെ ഹനിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ പറഞ്ഞ പോയിന്റ്സ് മുഴുവൻ പറയണം. തലമുതിർന്നവരെ ഹനിച്ചു കഴിഞ്ഞാല് കുലത്തില് വംശനാശം സംഭവിക്കും. കുലധർമ്മങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ വൈദിക ആചാര്യങ്ങൾ അവസാനിക്കും. കുലത്തില് അധർമ്മം മുന്നിട്ട് നിൽക്കും. അപ്പൊ സ്ത്രീകൾ ദുഷിച്ചു പോകും. അപ്പൊ വേണ്ടാത്ത കുട്ടികൾ ജനിക്കും. എല്ലാ തരത്തിലുള്ള സാമൂഹ്യ പുരോഗമന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും എന്താവും? പാടെ നശിച്ചു പോയിട്ട് സമുദായത്തിൽ മുഴുവൻ എന്താവും? കുഴപ്പങ്ങൾ ഉണ്ടാവും. ഇതൊക്കെയാണ് അർജുനന് മനസ്സിലാക്കുന്നത്. അർജുനൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അപ്പൊ പാപം കർമ്മം ചെയ്യുന്നതിന്റെ അത് കാരണം കൊണ്ട് അർജുനൻ ചിന്തിക്കുകയാണ് ഇതൊക്കെ പാപങ്ങളാണ് അല്ലെ. അപ്പൊ ഇങ്ങനത്തെ കർമ്മങ്ങൾ ചെയ്യാനായിട്ട് അർജുനൻ ഭയക്കാണ് ചെയ്യുന്നത്. കാരണം പാപകർമ്മം ചെയ്യുന്നതിന് അർജുനൻ ഭയക്കണു സ്വജനങ്ങളെ കൊല്ലാനായിട്ട്. എന്തിനാണ് ഈ സ്വന്തം ജനങ്ങളെ കൊന്നിട്ട്? എന്താണ്? രാജ്യം നേടി സുഖിക്കാൻ വേണ്ടിയിട്ടാണോ എന്നാണ് അർജുനൻ ചോദിക്കുക കൃഷ്ണന്റെ അടുത്ത്. ഈ സ്വന്തം ജനങ്ങളെ കൊല്ലണത് രാജ്യം നേടി സുഖിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൊല്ലുന്നത്. അതിന്റെ വല്ല ആവശ്യമുണ്ടോന്ന്? അതിനും ഭേദം എന്താണ്? നിരായുധനായിട്ട് പ്രതിരോധത്തിന് ഒരുങ്ങാതെ നിൽക്കുമ്പോൾ തന്നെ എന്നെ കൊന്നോട്ടെ എന്ന്. അപ്പൊ ഞാൻ യുദ്ധം ചെയ്യാനായിട്ട് ആയുധം ഇല്ലാണ്ട് നിൽക്കുമ്പോ എന്നെ അവര് കൊന്നോട്ടെ, എന്നാലും വിരോധമില്ല. പക്ഷെ സ്വന്തം ജനങ്ങളെ കൊന്നിട്ട് എനിക്ക് രാജ്യം നേടി സുഖിക്കേണ്ട ആവശ്യമില്ല എന്നാണ് അർജുനൻ ഭഗവാനോട് പറയാണ്. ഉത്തമ ഭക്തൻ എന്ന നിലയിൽ അർജുനന്റെ മൃദുല ഹൃദയത്തിന്റെ ലക്ഷണങ്ങളാണ് ഇതിപ്പോ. അപ്പൊ അർജുനന്റെ മൃദുല ഹൃദയത്തിന്റെ ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. കാരണം അർജുനൻ ഒരിക്കലും യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ സഹജീവികളോടെല്ലാം ദയയും കരുണയൊക്കെ ഉള്ള കാരണം കൊണ്ട് അർജുനൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഒരു ഉത്തമ ഭക്തന്റെ ലക്ഷണമായിട്ടാണ് അർജുനന്റെ ഈ മൃദുല ഹൃദയത്വം ഇവിടെ പറയുന്നത്. അർജുനൻ അത്യന്തം ദുഃഖിതനായി വില്ലും ശരങ്ങളും താഴെയിട്ട് തേരിലിരിപ്പായി. ഇനി അർജുനന് വിഷമായിട്ട് അർജുനൻ എന്താ? യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധത്തില് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് വില്ലും ശരങ്ങളും താഴെയിട്ട് തേരിലിരിപ്പായി. കാരണം അർജുനൻ ഇപ്പോഴും എന്താണ്? ആ ഭൗതിക ലോകത്തിലാണ് നിൽക്കുന്നത് അല്ലെ. അർജുനൻ മൊത്തം ആ എന്താ പറഞ്ഞ ശരീരബോധത്തിലാണ് അർജുനൻ നിൽക്കുന്നത്. സ്വന്തം ബന്ധുക്കളും കുടുംബക്കാരും ആണ് എല്ലാവരും. അപ്പൊ അവരെ കൊന്നുകൊണ്ട് എനിക്കൊരു സുഖം വേണ്ട എന്നാണ് അർജുനൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അർജുനന്റെ വിശുദ്ധ ഗുണങ്ങള് എന്താ പറഞ്ഞത്? മൃദുല ഹൃദയത്വം. ത്രൈലോക്യമാകെ നേടുമെന്ന് വന്നാലും വധിക്കാൻ തയ്യാറില്ല. അക്രമികളെ കൊല്ലുന്നതിൽ പാപമില്ലാഞ്ഞിട്ട് കൂടി അവരുടെ തെറ്റ് പൊറുക്കാൻ തയ്യാറായി. പാപമില്ല എങ്കിൽ പോലും അവരെ തെറ്റ് പൊറുക്കാനായിട്ട് തയ്യാറായി. യുദ്ധം ചെയ്യേണ്ട കടപ്പാട് നിരസിക്കേണ്ട അപകടത്തിൽ പോലും ദുഷ്ഫലങ്ങളെ കണക്കാക്കുന്നു. കുടുംബ പാരമ്പര്യങ്ങളും ധാർമ്മികതയും സംരക്ഷിക്കാനുള്ള ബാധ്യതകളെ കുറിച്ച് ബോധവാനാണ്. അർജുനൻ താൻ അതീന്ദ്രിയനാണ്, അതുകൊണ്ട് എനിക്ക് ബാധ്യതകളൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നില്ല. അർജുനൻ വിശുദ്ധനായതിനാൽ തന്റെ ബാധ്യതകളെ കുറിച്ച് ബോധവാനാണ്. അങ്ങനെയാണ് അർജുനന് സ്വാർത്ഥ ലക്ഷ്യങ്ങളെ അടിസ്ഥാനമാക്കി സ്വന്തം ബന്ധുക്കളെ വധിക്കാനാവുക. അർജുനൻ നിരായുധനായി കൊല്ലപ്പെടാൻ തയ്യാറാണ്, പക്ഷെ പ്രതികാരം ചെയ്യാൻ അർജുനൻ തയ്യാറല്ല. ക്ഷത്രിയരുടെ സമരമുറകളിൽപ്പെട്ട ഒരു നിബന്ധനയാണ് നിരായുധനും പൊരുതാൻ ഇഷ്ടപ്പെടാത്തവനുമായ എതിരാളിയെ ആക്രമിച്ചുകൂടാ എന്നത്. ഭഗവാന്റെ ഉത്തമ ഭക്തൻ എന്ന നിലയിൽ സ്വാഭാവികമായ മൃദുല ഹൃദയത്തിന്റെ ലക്ഷണങ്ങളാണ് ഇതെല്ലാം. വില്ലും ശരങ്ങളും താഴെയിട്ട് ഒരിക്കൽ ഉയർത്തിയ വില്ല് താഴെ വയ്ക്കില്ല എന്ന പ്രതിജ്ഞ പോലും ലംഘിച്ചുകൊണ്ട് അർജുനൻ എന്താണ്? താഴെ രഥത്തിലിരിപ്പായി. അപ്പൊ അർജുനന്റെ വിശുദ്ധ ഗുണങ്ങളാണ് പറയണത്. കാരണം 3 ലോകം കിട്ടിയാലും ഞാൻ ആരെ കൊല്ലാൻ തയ്യാറല്ല. പിന്നെ പാപമില്ല എന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യാനായിട്ട് ആര് തയ്യാറില്ല? അർജുനൻ തയ്യാറില്ല. പിന്നെ അപകടത്തില് എന്താ പറഞ്ഞ കടപ്പാട് യുദ്ധം ചെയ്യേണ്ട കടപ്പാട് നിരസിക്കേണ്ട അപകടത്തിൽ പോലും ദുഷ്ഫലങ്ങളെ കണക്കാക്കുകയാണ്. അർജുനൻ ചിന്തിക്കാണ് ഇതിന്റെ ഒക്കെ ഫലം അനുഭവിക്കേണ്ടി, അതുകൊണ്ട് ഞാൻ യുദ്ധം ചെയ്യാനില്ല. പിന്നെ എന്താ പറഞ്ഞത്? ധാർമ്മികമായിട്ടുള്ള ബോധമുള്ള കാരണം കൊണ്ട് കുടുംബ പാരമ്പര്യവും ധാർമ്മികതയൊക്കെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഉള്ള ബോധം ആർക്കുണ്ട്? അർജുനനുണ്ട്. അതുകൊണ്ട് അർജുനൻ അത് അർജുനന്റെ ഒരു ക്വാളിറ്റിയാണ്. അർജുനൻ അതീന്ദ്രിയനായിട്ട് ചിന്തിക്കുന്നില്ല ഒന്നും.
ബാധ്യതകളൊന്നും ഇല്ല എന്നുള്ളതൊന്നും അർജുനൻ ചിന്തിക്കുന്നില്ല. അർജുനൻ ഇപ്പൊ ശരീരബോധത്തിലാണ് അത്. പിന്നെ അർജുനൻ പറയുന്നത് നിരായുധനായിട്ട് അവരെന്നെ കൊല്ലണമെങ്കിൽ കൊന്നോട്ടെ, പക്ഷെ എന്നാലും ഞാൻ പ്രതികാരം ചെയ്യുന്നില്ല എന്ന്. കാരണം അവർക്കൊരു സ്ഥലം കൂടി കിട്ടാണ്ടാണ് ഇരിക്കുന്നില്ല. പക്ഷെ എന്നിട്ട് ആ പ്രതികാര ബുദ്ധി ആർക്കില്ല? അർജുനന് വരുന്നില്ല. പിന്നെ വെച്ചിട്ടുണ്ടെങ്കില് ഈ പറയാണ് കയ്യിൽ ആയുധമൊന്നും ഇല്ലെങ്കിലും എന്നെ അവർ കൊല്ലണമെങ്കിൽ കൊന്നോട്ടെ, എങ്കിലും ഞാൻ എന്ത് ചെയ്യാനില്ല, യുദ്ധം ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് അർജുനൻ എല്ലാ വില്ല് ശരങ്ങളും താഴെ വെക്കുകയാണ് ചെയ്യുന്നത്. ദയാലുവും മൃദുല ഹൃദയനും ഭഗവത് സേവാ നിരതനുമായ അദ്ദേഹം ആത്മജ്ഞാനത്തിന് അർഹൻ തന്നെ. യുദ്ധം ചെയ്യാതിരിക്കാനുള്ള അർജുനന്റെ കാരണങ്ങൾ ഒന്നും കൂടി അധ്യായം കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഒരു സമ്മറി പറയാണ് മൃദുല ഹൃദയത്വം. എന്താണ് പറയുന്നത്? അർജുനന്റെ കാരണങ്ങൾ പറയുന്നത്, ഒന്ന് മൃദുല ഹൃദയത്വം, താൻ കൊല്ലാൻ പോകുന്നവരോടുള്ള അർജുനന്റെ അനുകമ്പ, അവൻ യുദ്ധം ചെയ്യരുതെന്ന് നിർദ്ദേശിക്കുന്നു. അപ്പൊ മറ്റുള്ളവരോടുള്ള മൃദുല ഹൃദയത്താണ് അർജുനന്റെ ഒന്നാമത്തെ ഒരു സ്വഭാവം പറയുന്നത്, യുദ്ധം ചെയ്യാണ്ടിരിക്കാനുള്ള ഒരു കാരണം പറയുന്നത്. രണ്ട്, ആസ്വാദനം. അർജുനന് ബന്ധുക്കളെ കൊന്നിട്ട് രാജ്യം ആസ്വദിക്കാനായിട്ട് ആഗ്രഹമില്ല. മൂന്നാമത്തെ പറയുന്നത് കുടുംബത്തിന്റെ നാശം, കുലത്തിൽ അധർമ്മവും വേണ്ടാത്ത മക്കളും മുന്നിട്ട് നിൽക്കും. അപ്പൊ എന്താ സംഭവിക്കുക? വൈദിക ആചാര്യങ്ങൾ നിലയ്ക്കും, കുടുംബാംഗങ്ങൾക്കും കളഞ്ഞു കുളിച്ചവർക്കും ജീവിതം നരകതുല്യമായ ഒരു ജീവിതമായിരിക്കും പിന്നെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് അർജുന യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ വിശുദ്ധിയും പാപകർമ്മത്തിന്റെ ഭയവും, കുടുംബത്തിനെ നശിപ്പിക്കുന്നതിനും തലമുതിർന്നവരെ കൊല്ലുന്നതിന്റെയും പാപപാല കർമ്മങ്ങൾക്ക് രാജകീയ സന്തോഷം ആസ്വദിക്കുന്നതിന് വിലമതിക്കുന്നില്ലെന്നാണ് അർജുനൻ കരുതുന്നത്. പിന്നെ ശത്രുവിനെ കീഴടക്കുകയോ അവരെ കീഴ്പ്പെടുകയോ ഏതാണ് നല്ലതെന്ന് അർജുനൻ അറിയില്ല. പക്ഷെ അർജുനൻ എന്ത് ചെയ്യാൻ തയ്യാറല്ല? യുദ്ധം ചെയ്യാനായിട്ട് അർജുനൻ തയ്യാറല്ല. അപ്പൊ ഇത് തന്നെ അധ്യായം 1 എതിർ കക്ഷികൾ യുദ്ധത്തിനൊരുങ്ങി നിന്നപ്പോൾ വീരനായ യോദ്ധാവ് അർജുനൻ ഇരു സൈന്യങ്ങളിലുമുള്ള തന്റെ അടുത്ത ബന്ധുക്കളും അധ്യാപകരും സുഹൃത്തുക്കളും യുദ്ധത്തിന് ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്നത് കണ്ട് ദുഃഖവും അനുകമ്പയും പൂണ്ട് അർജുനൻ ശക്തിയിൽ പരാജയപ്പെട്ടു. അവന്റെ മനസ്സ് അന്താളിച്ചു, ദൃഢനിശ്ചയം ഉപേക്ഷിച്ചു. യുദ്ധം ചെയ്യാതിരിക്കാനുള്ള അർജുനന്റെ കരുത് തന്നെയാണ് ഇപ്പൊ വീണ്ടും പറയുന്നത്. മൃദുല ഹൃദയത്വം, ആസ്വാദനം, കുടുംബത്തിന്റെ നാശം, വിശുദ്ധിയും പാപകർമ്മത്തിന്റെ ഭയവും, ഇതൊക്കെ തീരുമാനമെടുക്കാനുള്ള കഴിവില്ലാത്ത. ഒന്നുകൂടി പറയാണത്, ഇത് ഭഗവത്ഗീത യഥാരൂപത്തിൽ നിന്നാണ് നമ്മൾ പറഞ്ഞുള്ളത് എടുത്തത്. അപ്പൊ ഒന്നാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. വഞ്ചാകൽപതരൂപേശ്ച കൃപാ സിന്ധോഭ്യോ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ